അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ അലി മുഹമ്മദ്. പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനെ കുറിച്ചിട്ടുള്ള ഒരു ചെറു വിവരണമാണ് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. പീസ് റേഡിയോ ആപ്പിലെ കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. പ്രവേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇൻട്രോ നമുക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ഭാഗത്ത് നിന്ന് ഒന്നുകിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള ഓരോ സംഗതികളും നമുക്ക് വായിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. നമ്മളത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളത് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ നമ്മൾ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പർ ഈ ഒരു ഭാഗത്ത് നൽകുക. നിങ്ങൾ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിലും, അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത കാൻഡിഡേറ്റ് ആണെങ്കിലും, ഇനി രജിസ്റ്റർ ചെയ്യാനിരിക്കുന്ന പുതിയതായിട്ട് വരുന്ന ആളുകളാണെങ്കിലും അവരുടെ ഫോൺ നമ്പറാണ് നമ്മളിവിടെ നൽകേണ്ടത്. രാജ്യത്തിൻ്റെ കൺട്രി കോഡ് തുടക്കത്തിലുണ്ട്. അത് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു കൺട്രി കോഡ് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഇനി 995218 നമ്മുടെ ഫോൺ നമ്പർ നൽകിയതിന് ശേഷം പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ നമുക്ക് OTP എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഫോൺ നമ്പറിലേക്കും വാട്സപ്പിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്, അയച്ചിട്ടുണ്ട്. SMS-ൽ നിന്ന് മിക്ക ആളുകളുടെ എന്ത് ചെയ്യും, അത് ഓട്ടോ പിക്കപ്പ് ചെയ്ത് ഇവിടെ ഈ ഒരു ഭാഗത്ത് കാണിക്കും. ജസ്റ്റ് കൺഫേം എന്ന് കൊടുത്താൽ മതി. ഇനി ഇതിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ഫീഡ്ബാക്കിൽ അറിയിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ പീസ് റേഡിയോ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ എന്ത് ചെയ്യും, അതിന് നിങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു തരും. മിക്ക ആളുകൾക്കും ഇതെന്ത് ചെയ്യും, ഈ രൂപത്തിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഹോം സ്ക്രീനിലേക്ക് പ്രവേശിച്ചു. ഈ ഒരു ഹോം സ്ക്രീനിൻ്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. കോഴ്സുകളെ കുറിച്ചിട്ട് ഞാൻ ആമുഖം പറയാം. അതിന് മുൻപ് നമ്മുടെ പീസുകളുടെ മൊത്തം കോഴ്സിൻ്റെ ഈ ഒരു ആപ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. എന്നാലാണ് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. നമ്മുടെ പേര്, രജിസ്റ്റർ നമ്പർ, നമ്മുടെ ഒരു പ്രൊഫൈലിൻ്റെ ഫോട്ടോ, ഇത്തരം സംഗതികൾക്കുള്ള ഒരു ഭാഗം നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. യൂസർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ഫോട്ടോ നേരിട്ട് കാണുള്ളൂ. അല്ലാതെ മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യില്ല, ആ ഒരു ഫോട്ടോ കാണുക എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അത് വെരിഫൈ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാം, അത് ഡിസ്പ്ലേ ചെയ്യുന്ന റാങ്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിൽ അത് ചെറുതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വെരിഫൈ ചെയ്ത ആളുകളുടെ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ രൂപത്തിൽ കാണിക്കുന്നുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിൻ്റെ തുടക്കത്തിൽ നമുക്ക് കാണാം എൻറോൾഡ് കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഭാഗം. തൊട്ട് താഴെയായിട്ട് ഒരു ആഡുകൾ, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, തൊട്ടടുത്ത കോഴ്സുകൾ, അങ്ങനത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, റാങ്ക് ജേതാക്കൾ, അങ്ങനത്തെ ചില സംഗതികളായിരിക്കും ഈ ഒരു ഭാഗത്ത് നമ്മൾ പ്രത്യേകം ഉൾപ്പെടുത്തുക. പിന്നീട് വരുന്നത് കോഴ്സസിൻ്റെ ലിസ്റ്റാണ്. പീസ് റേഡിയോയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളും നേരത്തെ നടന്ന് അത് പൂർത്തിയായി ഇപ്പോൾ ആർക്കൈവ് ചെയ്ത കോഴ്സുകളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പീസ് റേഡിയോയുടെ ഈ ഒരു കോഴ്സ് ഓപ്ഷൻ വഴി ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ വ്യത്യസ്ത കോഴ്സുകൾ എന്ത് ചെയ്യും, ഈ ഒരു താഴ് ഭാഗത്ത് കാണാൻ വേണ്ടി പറ്റും. അതിൽ സിഒ കുറച്ച് ബട്ടൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളത് പറയാം. പിന്നെ ഇതിൻ്റെ അടുത്തൊരു ബട്ടൺ പ്ലേ ലിസ്റ്റാണ്. അതായത് ഫീച്ചർഡ് ആയിട്ടുള്ള കോഴ്സുകളൊന്നും ഇപ്പോൾ ഇതിലില്ല. അന്നൂർ എന്ന് പറയുന്ന ടാബിന് കീഴിൽ അന്നൂറിൻ്റെ ക്ലാസ്സുകളുണ്ട്. അങ്ങനെ ആ രൂപത്തിൽ ക്രമീകരിച്ച ഒരു ഭാഗമാണ് പ്ലേലിസ്റ്റ്. കോഴ്സിൻ്റെ ഭാഗമാകാതെ ഡയറക്റ്റായിട്ട് ക്ലാസ്സുകൾ മാത്രം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന ഭാഗമാണ് പ്ലേലിസ്റ്റ്. മറ്റൊന്ന് സപ്പോർട്ടാണ്. സപ്പോർട്ട് എന്ന ഭാഗത്ത് നമുക്ക് റിമൈൻഡർ, നമുക്ക് നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുന്ന റിമൈൻഡർ സംവിധാനങ്ങൾ, അലാറം പോലെ, SMS പോലെ, വാട്സപ്പ് മെസ്സേജ് പോലെ ചില സമയങ്ങളിൽ റിമൈൻഡ് ചെയ്യുന്ന സംവിധാനങ്ങൾ ചെയ്യുന്ന സ്റ്റഡി പ്ലാനർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. നമുക്ക് പഠിതാക്കൾക്കുണ്ടാകുന്ന സംശയങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് FAQ എന്ന് പറയുന്ന ഒരു ഏരിയ അവിടെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ഏത് രൂപത്തിൽ ചെയ്യണം എന്ന് പരിചയപ്പെടുത്തുന്ന ട്യൂട്ടോറിയൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങൾ പഠിതാക്കൾക്കുണ്ടെങ്കിൽ അത് പങ്കുവെക്കാൻ പറ്റുന്ന കമ്മ്യൂണിറ്റി സ്റ്റോറീസ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗവും ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഈ പീസ് റേഡിയോയിൽ വ്യത്യസ്ത കോഴ്സുകൾ കൈകാര്യം ചെയ്യുന്ന ഫാക്കൽറ്റികൾ, അവരെക്കുറിച്ചുള്ള ഒരു ലഘു വിവരണം, അവർ കൈകാര്യം ചെയ്ത പുസ്തകങ്ങൾ, അവർ എടുത്ത കോഴ്സുകൾ, അതിൻ്റെയൊക്കെ ഒരു ചിത്രം എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടും. പീസ് റേഡിയോ സാമ്പത്തികമായി സഹായിക്കാൻ ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം ആ ഒരു ഭാഗത്ത് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ കോഴ്സ് ഓപ്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള പ്രയാസങ്ങൾ ആരെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ഡയറക്റ്റായിട്ട് അതാത് കോഴ്സുകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് ബന്ധപ്പെടാനുള്ള ഒരു സംവിധാനം അതിന് താഴെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ പീസ് റേഡിയോയുടെ സോഷ്യൽ മീഡിയ പേജ്, വ്യത്യസ്ത പേജുകളിലേക്ക് നമുക്ക് ഒരു ലിങ്ക് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പേജുകൾ ഫോളോ ചെയ്യാം. നമ്മുടെ പോസ്റ്ററുകളും ആർട്ടിക്കിളുകളൊക്കെ അവിടെ വരുന്നത് ശ്രദ്ധിക്കാം, ഷെയർ ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റൊന്ന് പ്രൊഫൈലാണ്. പ്രൊഫൈൽ എന്ന് പറയുന്ന ഭാഗം നമ്മുടെ വിവരങ്ങളാണ്. നമുക്ക് നമ്മുടെ വ്യക്തിപരമായ വിവരങ്ങൾ, അതുപോലെ തന്നെ കോഴ്സിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ ഒരു ആർക്കൈവാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഭാഗം. നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് എന്ത് ചെയ്യും, നമുക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകൾ, വ്യത്യസ്ത അവാർഡുകൾ കിട്ടിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഈ എക്സലൻസ് അവാർഡ് എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ ഒരു ബിസിനസ് കോൺഫറൻസുകളിൽ നമ്മൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇനിയും പല ആളുകൾക്കും എന്ത് ചെയ്യാനുണ്ട്, അത് വളരെ വൃത്തിയിൽ ഭംഗിയായി ഉയർന്ന മാർക്കോട് കൂടി പൂർത്തീകരിക്കുന്ന ആളുകൾക്ക് ഇത്തരം അവാർഡുകൾ കാത്തിരിക്കുന്നുണ്ട്. ആ അവാർഡുകൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്ത് ആളുകൾക്ക് കാണുന്ന രൂപത്തിൽ വെച്ചിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒന്നിലധികം മെമ്പേഴ്സിന്, ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് അവരെ കോഴ്സ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഫീച്ചർ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ പീസ് റേഡിയോ ആപ്പിനെ റേറ്റ് ചെയ്യാൻ പ്ലേ സ്റ്റോറിലേക്കും ആപ്പ് സ്റ്റോറിലേക്കൊക്കെ പോയി അവിടുന്ന് റേറ്റ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ലോഗൗട്ട് ബട്ടണാണ്. എന്ത് ചെയ്യാം, നമുക്ക് നിന്ന് ലോഗൗട്ട് ചെയ്ത് മറ്റൊരു നമ്പറിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക്
കയറി ആ നമ്പറിൽ നിന്ന് പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ബേസിക്സ്. ആപ്പിലെ ഒരു ചിത്രം ഇതാണ്. ഇതല്ലാത്ത ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കും. അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ വേണം. 500 കോഴ്സ് നമുക്കുണ്ട്. ലൈഫിലെ വ്യത്യസ്ത കോഴ്സുകളുണ്ട്. ലൈഫ് എന്ന് വെച്ചാൽ ലേൺ ഇസ്ലാം ഫോർ എവർ എന്നാണ്. അതായത് ഈ ഒരു കോഴ്സിൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഫിഖ് സംബന്ധമായ ഒരുപാട് വിഷയങ്ങളുണ്ട്. അഖീദ ഉള്ള വിഷയങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞൊരു മൊഡ്യൂളിൽ നമ്മൾ മുസ്ലിമിൻ്റെ ഒരു വിശ്വാസം എന്നുള്ള രൂപത്തിലുള്ള ക്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ മറ്റു കോഴ്സുകളൊക്കെ എന്ത് ചെയ്യും ഇതിൻ്റെ ഭാഗമായിട്ട് വരും. ഇനി അറബി ഭാഷാ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ഉടനെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരുപാട് കോഴ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഇതിലേക്കാണ് എന്ത് ചെയ്യുക കടന്നു വരിക. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് പീസ് റേഡിയോയിൽ വ്യത്യസ്ത കോഴ്സുകളുണ്ട്. അപ്പം വിശുദ്ധ ഖുർആൻ്റെ തുടർച്ചയായിട്ടുള്ള പഠനം സാധ്യമാക്കുന്ന 500 ഖുർആൻ പഠന പദ്ധതി, അബ്ദുൽ ജബ്ബാർ മദീനിയാണ് ആ ക്ലാസ്സിന് നേതൃത്വം നൽകുന്നത്. അതുപോലെ തന്നെ ലൈഫ് ലേൺ ഇസ്ലാം ഫോർ അവർ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിൻ്റെ കീഴിൽ വ്യത്യസ്ത കോഴ്സുകളുണ്ട്. ഇപ്പോൾ ഫിഖ്ഹപരമായ കോഴ്സുകൾ, അഖീദയിലുള്ള വ്യത്യസ്ത കോഴ്സുകൾ, അതൊക്കെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നതിൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഇതുപോലെ ഭാഷാ പഠനത്തിലുണ്ട്, മറ്റ് ട്രെയിനിങ് കോഴ്സുകളുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ തുടർച്ചയിൽ വരുന്ന കോഴ്സുകളാണ്. അപ്പോൾ ഈ കോഴ്സുകൾക്കൊക്കെ ഒരു സമാനമായിട്ടുള്ളൊരു ചിത്രം എന്തുണ്ട് നമ്മുടെ കോഴ്സ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ അതൊന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഏതൊരു കോഴ്സാണ്, ഒരു ഉദാഹരണത്തിന് 500 കോഴ്സ് എടുക്കുക. അതിലെ ഒരു ക്ലാസ് ഉണ്ടാവും. പിന്നെ ആ ക്ലാസ്സിനെ തുടർന്ന് ഒരു പരീക്ഷ ഉണ്ടാവും. 3 ചോദ്യങ്ങൾ അടങ്ങിയ ഒരു പരീക്ഷ ഉണ്ടാവും. അങ്ങനെ ഒരു 30 ക്ലാസ്സുകളൊക്കെ ഉള്ള ഒരു ഭാഗമായിരിക്കും ആ ഒരു കോഴ്സിൽ എന്ത് ചെയ്യുക നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഓരോ ക്ലാസ്സുകളും നമ്മൾ കേട്ട് അതിൻ്റെ പരീക്ഷ എഴുതി മുന്നോട്ട് പോകും. എന്തെങ്കിലും പ്രത്യേക പ്രവർത്തനങ്ങൾ ആ കോഴ്സിലുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പം ഈ മദ്രസ പോലത്തെ കോഴ്സുകളിൽ ഒരു റിവ്യൂ, പാരൻസ് രക്ഷിതാക്കൾ ചെയ്യേണ്ടതായിട്ടുള്ള ചില റിവ്യൂകളൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നൽകാറുണ്ട്. അത് ചില കോഴ്സുകൾക്കേ ഉണ്ടാവുള്ളൂ, ചില കോഴ്സുകളിൽ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു ഡോക്യുമെൻ്റ് അതാത് കോഴ്സുകൾക്കുള്ളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ലൈവായിട്ടുള്ള കോഴ്സുകൾ അഥവാ ഇപ്പോൾ പീസോറിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു ഫീച്ചർ നമ്മൾ ലഭ്യമാക്കിയിട്ടുള്ളത്. അതായത് എങ്ങനെ പഠിക്കണം ആ ഒരു കോഴ്സ്, അതിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നോക്കിയാൽ മനസ്സിലാകും. സ്റ്റഡി പ്ലാനർ എന്നാണ് അതിന് നമ്മൾ പേരിട്ടുള്ളത്. ഈ ക്ലാസ് നമ്മൾ ശ്രദ്ധിക്കുക. ഈ ക്ലാസ് കേട്ട് പരീക്ഷ എഴുതി അവസാനം ഒരു മോഡൽ പരീക്ഷ ഉണ്ടാവും, അതും എഴുതി ഫൈനൽ പരീക്ഷ എഴുതി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കോഴ്സ് പൂർത്തീകരിക്കാം. അപ്പോൾ പരീക്ഷ എഴുതുന്നതുകൊണ്ട് മാത്രം എന്ത് ചെയ്യില്ല, നമ്മൾ കോഴ്സ് പൂർത്തീകരിക്കപ്പെടില്ല. ഏറ്റവും അവസാനം ഒരു ഫീഡ്ബാക്ക് കൂടെ ഉണ്ട്. അത് നിർബന്ധമായിട്ട് നമ്മൾ എഴുതണം. എന്താണ് നമ്മൾ ഈ ഒരു കോഴ്സ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്ക്. ആ ഫീഡ്ബാക്ക് കൂടെ സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ റിസൾട്ടും സർട്ടിഫിക്കറ്റും ഒക്കെ റിലീസായി ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആവുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും, എത്തും. ആ രൂപത്തിലാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ചിത്രം. അപ്പോൾ ഇനി ഒന്നുകൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, സ്പെസിഫിക് ആയിട്ട് 500നെ കുറിച്ച് പറയാൻ. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലാണ് പീസ് റേഡിയോയിൽ എന്ത് ചെയ്യുക 500 കോഴ്സ് ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നത്. ലൈഫ് കോഴ്സ് ആണെങ്കിൽ അത് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിട്ടാണ് അതിൻ്റെ ക്ലാസ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലൈവായിട്ട് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞു അതിലൊരു ലൈവ് ടാഗ് എന്ത് ചെയ്യും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ അത്തരത്തിലൊരു കോഴ്സിലേക്ക് ഒന്ന് പ്രവേശിച്ച് നോക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ വ്യത്യസ്ത കോഴ്സുകളുണ്ട്. നമ്മൾ ആദ്യം പഠിക്കേണ്ടത്, ചില ആളുകൾ ഇത് തുറന്നു കഴിഞ്ഞാൽ ആ എൻറോൾഡ് കോഴ്സസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് ഒറ്റ കോഴ്സും കാണാൻ പറ്റില്ല. അവിടെ ഒരു മെസ്സേജ് ആയിരിക്കും, യു ഹാവ് ഇൻ എൻറോൾഡ് ഇൻ എനി കോഴ്സസ് യെറ്റ്. അങ്ങനെ ഒരു ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഒരു കോഴ്സിലും എൻറോൾ ചെയ്തിട്ടില്ല എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ ആ ഒരു ഭാഗത്ത് കാണാം. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് താഴെ വരിക. എന്നിട്ട് കോഴ്സസ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കോഴ്സ്, ഒരുപാട് കോഴ്സുകളുണ്ട്, ഇതല്ല മറ്റു കോഴ്സുകളാണ് ആവശ്യമെന്നുണ്ടെങ്കിൽ സി ഓൾ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലുള്ള വ്യത്യസ്ത കോഴ്സുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇതിൽ ഒരുപാട് കോഴ്സുകളുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ മൊഡ്യൂൾ 12ലേക്ക് എന്ത് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ്, എന്തൊക്കെ എൻ്റെ എവിടെയൊക്കെ ആയത്തുകൾ, അതിൻ്റെ ടോപ്പേഴ്സ് ആരായിരുന്നു, അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ വരും. അതുപോലെ ഇതിൻ്റെ ഫാക്കൽറ്റി ആരാണ്, ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ, പ്രധാന വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻറോൾ ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി പറ്റും. എന്നിട്ട് നമുക്ക് ഇപ്പോൾ ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻറോൾ നൗ എന്നുള്ള ബട്ടൺ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെസ്സേജ് വരും, നമ്മൾ എന്ത് ചെയ്യാം, റീസ്റ്റോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് യുവർ കോഴ്സ് ഹാസ് സക്സസ്ഫുള്ളി റീസ്റ്റോർഡ്. അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് ആണ്. അപ്പോൾ 2 രൂപത്തിൽ എന്ത് ചെയ്യും, ഈ ഒരു സംഗതി വരും. അതായത് നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ തുടർച്ച നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ നമ്മുടെ കോഴ്സ് ഓപ്ഷൻ്റെ ഒരു പ്രത്യേകത. ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ, ഇപ്പോൾ പീസ് റേഡിയോയിൽ നേരത്തെ ഒരു കോഴ്സ് നടക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരു 10 ക്ലാസ്, മൊത്തം 30 ക്ലാസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു ഒരു കോഴ്സിൽ. അപ്പോൾ അതിൽ ആദ്യത്തെ 10 ക്ലാസ് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഉത്തരങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തു. പിന്നെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ നമുക്ക് വന്ന് ബാക്കി ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാൻ പറ്റാതെ വന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ആ കോഴ്സിന് ആ കോഴ്സ് അതിൻ്റെ സമയത്ത് അത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ടാവും, നമ്മളത് പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ചില കോഴ്സുകളുണ്ടാവും. അപ്പോൾ അത്തരം കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ എൻറോൾ ചെയ്യുകയാണെങ്കിൽ എവിടെയാണോ നമ്മൾ അന്ന് നിർത്തിയത് അതിൻ്റെ ബാക്കി നമുക്ക് തുടരാൻ അവസരമുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ 10 ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എൻറോൾ ചെയ്യുമ്പം അവിടുന്ന് ബാക്കി ചെയ്താൽ മതി 11ാമത്തെ ക്ലാസ് മുതൽ. ഇനി അതല്ല തുടക്കം മുതലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ പറയും. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് ലേണിംഗ് എന്ന് കൊടുക്കണം. അപ്പോൾ സ്റ്റാർട്ട് ലേണിംഗ് എന്ന് കൊടുത്തതോടുകൂടെ നമ്മുടെ ഇൻ്റർഫേസിൽ ആപ്പിൽ കുറച്ച് മാറ്റങ്ങൾ വന്നു.
നേരത്തെ ഉണ്ടായിരുന്ന മൊഡ്യൂളിന് പറഞ്ഞ ഒരു ഹെൽപ്പ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗം കൂടെ ഇപ്പുറത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇപ്പോൾ ഈ ഓവർവ്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ചെറിയൊരു മാറ്റം കൂടെ വന്നു. ആദ്യത്തെ ഒരു ഭാഗത്ത് ക്ലാസ്സും അതിൻ്റെ ചോദ്യങ്ങളും ഒക്കെ വന്നു. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു ബട്ടൺ. അത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ റെഫറൻസ് ആണ് കിട്ടുക. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ റെഫറൻസ് ആഡ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഒരു ക്ലാസ്സിലേക്ക് ജസ്റ്റ് ഒന്ന് വന്ന് നോക്കുകയാണ്. നമ്മൾ ചെയ്ത കോഴ്സുകളൊക്കെ ഈ ഒരു ഭാഗത്ത് കാണും. ഞാൻ മൊഡ്യൂൾ 13ലേക്ക് വന്നു. മൊഡ്യൂൾ 13 ഈ ഒരു റെഫറൻസിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റെഫറൻസ് അവിടെ കാണാൻ പറ്റും. റെഫറൻസ് എന്ന് വെച്ചാൽ ഈ ഓരോ ക്ലാസ്സുകളിലെയും പ്രത്യേകം പരാമർശമുള്ള അറബി പദങ്ങൾ, ആയത്തുകൾ, ഖുർആൻ ആയത്തുകൾ, ഹദീസുകൾ, ഇത്തരം സംഗതികൾ ഹറക്കത്തോടു കൂടി ലഭ്യമാക്കുന്ന സംഗതിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നമ്മൾ അതിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ള മലയാളത്തിലുള്ള ഹെഡിങ് കൂടെ ഉൾപ്പെടുത്തി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ടോപ്പ് ഭാഗത്ത്, റെഫറൻസിൻ്റെ ടോപ്പ് ഭാഗത്ത് 2 ബട്ടൺസ് നിങ്ങൾക്ക് കാണാം. ഒരു A- A+. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ഇതിലെ ടെക്സ്റ്റ്, ഈ എഴുത്തുകൾ നമുക്ക് വലുതാക്കണം എന്നുണ്ടെങ്കിൽ ഈ A+ നിൽക്കാൻ മതി. കണ്ടോ? ഈ A+ നിൽക്കുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? ഇതിലെ എഴുത്ത് വലുതായിട്ട് വരും. അപ്പോൾ നോട്ട് എഴുതുന്ന ആളുകൾക്കൊക്കെ ഇത് വളരെ സൗകര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ളത് കോപ്പി ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റ് സ്ഥലങ്ങളിലേക്ക് പേസ്റ്റ് അടിക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു റെഫറൻസ് നോട്ട് എഴുതുന്ന ആളുകൾ വളരെ കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ഫീച്ചറാണ്. നമ്മളും അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം. ഇനി നോക്കുക, 2 തരം കോഴ്സുകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ എന്തുണ്ട്? ചില കോഴ്സുകൾക്ക് ലൈവ് ടാഗ് ഉണ്ട്, ചില കോഴ്സുകൾക്ക് ലൈവ് ടാഗ് ഇല്ല. അപ്പോൾ ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സുകളാണെങ്കിൽ പഠിതാക്കൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള സമയത്തിനനുസരിച്ചിട്ട് അത് ചെയ്യാം. ഇന്ന സമയത്ത് തന്നെ ചെയ്യണം എന്നുള്ള നിബന്ധനകളൊന്നും എവിടെയില്ല. ഒരു നിബന്ധനയും നമ്മുടെ ഈ ഒരു കോഴ്സുകൾക്കില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അനു മൊഡ്യൂൾ 13 ഇത് അത്തരത്തിലുള്ള കോഴ്സാണ്. ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സാണ്. നേരത്തെ ബിസ്റഡിയിൽ പൂർത്തീകരിച്ച ഒരു കോഴ്സാണ്. ഇത്തരത്തിലുള്ള കോഴ്സുകൾ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് മൊഡ്യൂളിലേക്ക് വരിക, അതായത് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? കേൾക്കുക. അപ്പോൾ ഈ ക്ലാസ്സുകൾ കേൾക്കുന്ന സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ 4 ഓപ്ഷൻസ് ആണ് അതിൽ കാണിക്കുക. ഇപ്പോൾ ലൈവായിട്ടുള്ള കോഴ്സുകൾക്കും എന്ത് ചെയ്യും? ഇതേ 4 ഓപ്ഷൻസ് തന്നെയാണ് കാണിക്കുക. അതിൽ ആദ്യത്തെ വീഡിയോ ആണ്. വീഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വീഡിയോ പ്ലേ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അതിൽ കൺട്രോൾസും സാധ്യതകളൊക്കെ അതിലുണ്ട്. സ്പീഡ് കൂട്ടി കേൾക്കണമെങ്കിൽ കൂട്ടാം, അത് എന്ത് ചെയ്യുക? ഫുൾ സ്ക്രീനിലാക്കണമെങ്കിൽ ഫുൾ സ്ക്രീനിലാക്കാം. ഒക്കെ നമുക്ക് ആക്കി ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിൽ അടുത്തൊരു ഓപ്ഷൻ പിന്നുള്ളത് എന്താണ്? ഓഡിയോ ആണ്. ഓഡിയോ മാത്രം കേൾക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് കേൾക്കാം. ഓഡിയോ എന്ത് ചെയ്യും? താഴെ പ്ലേ ആയിട്ടുണ്ടാവും. ഇനി ഇത് ഒന്നുകൂടി വലുതായിട്ട് പ്ലെയർ നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നോട്ട് എഴുതുന്ന ആളുകൾക്ക് ഇത് വളരെ സൗകര്യപ്രദമാണ്. അതായത് ചിലപ്പോൾ നോട്ട് ചെയ്യുമ്പോൾ കുറച്ച് ക്ലാസ് മുൻപോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു 5 സെക്കൻഡ് ബാക്കോട്ട് എന്ത് ചെയ്യേണ്ടി വരും? വീണ്ടും ആക്കി പ്ലേ ചെയ്ത് കേൾക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു 5 സെക്കൻഡ് ബാക്ക് ബട്ടൺ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. അത് ചെറുതായിട്ട് 5 സെക്കൻഡ് ഫോർവേഡ് ആണെങ്കിൽ ആ ഒരു ബട്ടണും അതിൽ ഒരുക്കിയിട്ടുണ്ട്. ക്ലാസ്സിൻ്റെ വേഗത ഒന്ന് കൂട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ലോ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? അല്പം സ്പീഡാക്കിയാൽ വേഗത്തിൽ കേൾക്കാം. നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഒരു സമയമൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? അത് കേൾക്കാൻ വേണ്ടി പറ്റും. നമുക്ക് അറിയാവുന്ന ഫീച്ചറാണ്. പിന്നെ ഒരു ഷെയർ ഫീച്ചർ ഉണ്ട്. അതിപ്പം ആക്റ്റീവ് അല്ല. അടുത്തൊരു ഘട്ടത്തിൽ എന്ത് ചെയ്യും? ഇൻഷാല്ലാ അത് ആക്റ്റീവ് ആകും എന്ന് പറയാണ്. അടുത്തത് റെഫറൻസ് ആണ്. റെഫറൻസ് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും എന്നതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ എഴുത്ത് വലുതാക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ കാണുന്ന ഈ A+ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വലുതാക്കാം. ഇങ്ങനെ ഒരിക്കൽ വലുതാക്കി വെച്ചാൽ പിന്നെ അത് എല്ലാ ക്ലാസ്സുകൾക്കും ആ ഒരു വലുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി അത് സെറ്റ് ചെയ്യപ്പെടും. പിന്നീട് നമ്മൾ ഓരോ ക്ലാസ് വരുമ്പോഴും ഇങ്ങനെ സൈസ് എന്ത് ചെയ്യേണ്ടില്ല? കൂട്ടേണ്ടില്ല. ഒരിക്കലും നമ്മൾ ഇൻക്രീസ് ചെയ്ത് വെച്ച ഒരു സൈസ് ഉണ്ടാവില്ല, കൂട്ടി വെച്ച ആ ഒരു വലുപ്പം, ആ വലുപ്പത്തിൽ തന്നെ തുടർന്ന് ചെയ്യാൻ പറ്റും. ഈ റെഫറൻസുകൾ കാണാൻ പറ്റും എന്നുള്ളത് ഇപ്പോൾ ശ്രദ്ധിക്കുക. റെഫറൻസ് കാണുന്ന സമയത്ത് നമുക്ക് ഓഡിയോ പ്ലേ എന്ത് ചെയ്യും? അവൈലബിൾ ആണ്. അപ്പോൾ നോട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഫീച്ചർ വളരെ ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഓപ്ഷൻ ഇതിലുള്ളത് ക്ലാസ് ടെസ്റ്റാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു, ഇതിലെന്തില്ല? പ്രത്യേക നിബന്ധന ഒന്നുമില്ല. ക്ലാസ്സുകൾ കേൾക്കുക, നോട്ടുകളൊക്കെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? അത് പൂർത്തീകരിച്ച ശേഷം ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ക്ലാസ്സിൻ്റെ ജസ്റ്റ് ചോദ്യം എന്ത് ചെയ്യുക? ജസ്റ്റ് ഉത്തരങ്ങൾ അടയാളപ്പെടുത്തി സബ്മിറ്റ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് സബ്മിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് ഉത്തരങ്ങൾ സബ്മിറ്റായി. ഇതിൽ ഇപ്പോൾ ഫുള്ള് ശരിയായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യും? ഈ ഒരു ഭാഗത്ത് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ബാക്ക് അടിച്ചു. ഇങ്ങനെ ആദ്യത്തെ ക്ലാസ് നമ്മൾ പൂർത്തീകരിച്ച സമയത്താണ് രണ്ടാമത്തെ ക്ലാസ് എന്ത് ചെയ്തിട്ടുള്ളത്? ആക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ലൈവ് അല്ലാത്ത, അതായത് ലൈവ് ടാഗ് ഇല്ലാത്ത ഒരുപാട് കോഴ്സുകളുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടാവും അതാണ്. ലൈവ് ടാഗിൽ 1-2 കോഴ്സുകൾ എന്ത് ചെയ്യുള്ളൂ? ഒരു സമയം ബിസ്റഡിയോയിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നേരത്തെ കഴിഞ്ഞ കോഴ്സുകളായിരിക്കും. അപ്പോൾ അത്തരം കോഴ്സുകളാണെങ്കിൽ ആദ്യത്തെ ക്ലാസ് പൂർത്തീകരിച്ചാൽ രണ്ടാമത്തെ ക്ലാസ് എന്ത് ചെയ്യും? ആക്റ്റീവ് ആകും എന്നതാണ്. രണ്ടാമത്തെ ക്ലാസ്സും ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സും കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം അതിൻ്റെ ക്ലാസ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം? ചില ഉത്തരങ്ങൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാൻ സബ്മിറ്റ് കൊടുത്തു. ഇപ്പോൾ ഇതിലെ നമുക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാണിച്ചിട്ടുണ്ട്. ബാക്ക് അടിച്ചു. അപ്പോൾ ഇനി നമ്മൾ നോക്കാം, നമ്മൾ അറ്റൻഡ് ചെയ്ത ചോദ്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നും കൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ക്ലാസ് ടെസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ശരിയാണെങ്കിൽ ഈ രൂപത്തിൽ കാണിക്കും അല്ലേ? നമ്മൾ ഈ ഉത്തരവും കാണിക്കും, അവിടെ ചുറ്റും ഒരു പച്ച നിറവും കാണിക്കും. അപ്പോൾ അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്ത സമയവും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ തെറ്റിയ ചോദ്യങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ തെറ്റിയ ചോദ്യം ഏതാണ് എന്നുള്ളത് ഈ രൂപത്തിലും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതൊരു ചുവന്ന നിറത്തിലായിട്ടുണ്ടാവും. ശരി ഉത്തരത്തിന് നേരെ ആ ഒരു പച്ച നിറവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ പ്ലേ ചെയ്താൽ എന്ത് ചെയ്യും? അത് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. അത് നിലവിൽ ഉള്ള കോഴ്സുകളിൽ പലതിനും എന്ത് ചെയ്തിട്ടില്ല? നമ്മൾ ചോദ്യങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പുതിയ കോഴ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ചോദ്യങ്ങൾ. അപ്പോൾ ചില ആളുകൾക്കൊക്കെ
പല ദേശത്തുള്ള ആളുകൾക്കും മലയാള ഭാഷ വായിക്കാൻ പ്രയാസമായിരിക്കും, പക്ഷേ കേട്ടാൽ എന്ത് ചെയ്യും, മനസ്സിലാവും. അത്തരം ആളുകളെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്ലേ ബട്ടണിൽ നമ്മൾ ഓഡിയോ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ലഭ്യമാക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ. അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അത്തരം ആളുകൾക്കും എന്ത് ചെയ്യും, ഇനി പീസ് റേഡിയോ തെറ്റുകൂടാതെ ഉത്തരങ്ങൾ അയക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ ക്ലാസ്സുകളും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിൽ കാണാം മോഡൽ എക്സാമും ഫൈനൽ എക്സാമും ഒക്കെ ഉണ്ട്. അതിന് പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടാവും. അത് വായിച്ചതിന് ശേഷം വേണം അത് സബ്മിറ്റ് ചെയ്യാൻ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു സാമ്പിൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്രകാരം നമ്മൾ എല്ലാ കോഴ്സുകളും എന്ത് ചെയ്യും, നമ്മൾ ഉത്തരങ്ങൾ രേഖപ്പെടുത്തി എല്ലാ ക്ലാസ് ടെസ്റ്റുകളും സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യും, നമുക്ക് അതിൻ്റെ മോഡൽ എക്സാം എഴുതി നോക്കാം എന്നുള്ളതാണ്. ഒരു ക്ലാസ്സിലെ തുടർന്ന് അടുത്ത കോഴ്സ് എന്ന രൂപത്തിൽ നമ്മൾ അങ്ങനെ ഓരോ ക്ലാസ്സുകളും ചെയ്ത് വന്ന് അങ്ങനെ അതിൽ 35 ക്ലാസ്സുകളാണ് ഈ ഒരു മൊഡ്യൂൾ 13 എന്നതിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ഈ 35ാമത്തെ ക്ലാസ്സും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽ എക്സാം എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. മോഡൽ എക്സാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക, സ്ക്രീനിൽ ഒരു ടൈമർ കാണാം. 2 മണിക്കൂർ സമയമാണ് അതിൽ ഒരുക്കിയിട്ടുള്ളത്. ആ നിർദ്ദേശങ്ങൾ പ്രത്യേകം വായിക്കണം. ചിലതിൽ അത് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം അത് ശ്രദ്ധിക്കാൻ. നമ്മൾ ഓരോ ഉത്തരങ്ങളും മാർക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സർക്കിളിൽ നിങ്ങൾക്ക് പച്ച കളർ വരുന്നത് കാണാം. ഞാൻ മൂന്നാമത്തെ ചോദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ മൂന്നാമത്തെ എന്ത് ചെയ്തു, പച്ച നിറത്തിലേ വന്നിട്ടുണ്ട്. ഇപ്രകാരം എന്ത് ചെയ്യുക, നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഒന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കുക. ഇപ്പോൾ നോക്കാം. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസേർഡ് എന്ന് പറയുന്ന ഭാഗത്ത് 39 ഔട്ട് ഓഫ് 40 എന്നാണ്. അപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ തപ്പി കണ്ടെടുക്കുന്നത് പകരം ടോപ്പിൽ എന്ത് ചെയ്താൽ മതി, നമ്മളിങ്ങനെ നീക്കി നോക്കിയാൽ മതി ഏത് ക്വസ്റ്റ്യനാണ്. അപ്പോൾ 15ാമത്തെ ചോദ്യം വിട്ടുപോയിട്ടുണ്ട്. ആ 15ാമത്തെ ചോദ്യം പോയി എന്ത് ചെയ്യുക, ഒരിക്കൽ കൂടെ മാർക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ മാർക്ക് എന്ത് ചെയ്യും, ഇവിടെ കാണിക്കും. നമുക്ക് 16 മാർക്കാണ് ഇപ്പോൾ കിട്ടിയത്. ഇത് ജസ്റ്റ് എന്താണ്, നമുക്ക് മോഡൽ എക്സാം കംപ്ലീറ്റ് ആയിട്ട് കാണാം. മോഡൽ എക്സാം എത്ര പ്രാവശ്യം വേണമെങ്കിലും എഴുതി നോക്കാം. എനിക്ക് ഒന്നുകൂടെ എഴുതണം എന്നുണ്ടെങ്കിൽ റീ അറ്റംപ്റ്റ് മോഡൽ എക്സാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഒരിക്കൽ കൂടെ എഴുതാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മോഡൽ എക്സാം എന്നുള്ളത് എന്തല്ല, നമുക്ക് നിർബന്ധമല്ല. പൊതുപരീക്ഷ അഥവാ ഫൈനലായിട്ട് വരുന്ന ഫൈനൽ പരീക്ഷയുടെ ഒരു മാതൃക നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഗതി നമ്മളിവിടെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക, എങ്ങനെയാണ് പരീക്ഷ എഴുതുക, അങ്ങനത്തെ സംഗതികൾ. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ഫീച്ചറുകൾ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പരീക്ഷ എഴുതാൻ പര്യാപ്തമാണ് എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു സംഗതിക്ക് വേണ്ടിയിട്ടാണ് മോഡൽ എക്സാം. അപ്പോൾ അതിൽ നമ്മൾ അതിൻ്റെ മാർക്ക്, മോഡൽ എക്സാമിൻ്റെ മാർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, എവിടെയും നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫൈനൽ എക്സാമും ഇത് ഈ പ്രകാരം തന്നെ എഴുതി നോക്കാം. ഫൈനൽ എക്സാമിനും പ്രത്യേക നിർദ്ദേശങ്ങളുണ്ടാവും. ആ നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. വായിച്ച് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക, പരീക്ഷ ആരംഭിക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ അറിയാതെ ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്ത് നമ്മൾ അറിയാതെ ഒന്ന് ബാക്ക് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ പരീക്ഷ പോകും. പിന്നെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷ എഴുതാം, പക്ഷേ പുതിയ ചോദ്യങ്ങളായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, പരീക്ഷ ഒക്കെ എഴുതാം, പക്ഷേ പുതിയ ചോദ്യങ്ങളുമായിട്ട് പരീക്ഷ എഴുതേണ്ടി വരും എന്നുള്ളത് മാത്രം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും എഴുതി സബ്മിറ്റ് ചെയ്യാണ്. ഇപ്രകാരം ഫൈനൽ എക്സാം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ഇതിൽ സബ്മിറ്റ് ചെയ്തതിന് ശേഷം വരുന്ന മെസ്സേജുകൾ നമ്മൾ കൃത്യമായിട്ട് വായിക്കണം. അത് ചില നിർദ്ദേശങ്ങൾ കൂടെ ചിലപ്പോൾ എന്ത് ചെയ്യും, ആ ഒരു മെസ്സേജിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിൻ്റെ കൂടെ നൽകുന്നുണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എല്ലാ ചോദ്യങ്ങളും ഇപ്രകാരം അടയാളപ്പെടുത്തി ഇത് എന്ത് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഏതൊരു ക്വസ്റ്റ്യൻ മിസ് ഔട്ട് ആയിട്ടുണ്ട്, നമ്മൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മനസ്സിലാവും 7ാമത്തെ ചോദ്യമാണ്. അത് മാർക്ക് ചെയ്തു ശേഷം എന്ത് ചെയ്യുക, നമ്മൾ താഴെ വന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി നോക്കുക, ഫലം ലഭിക്കുന്നത് ഇനി 21 മിനിറ്റിൽ ലഭ്യമാകും. അതായത് കറക്റ്റ് 1 മണിക്കൂറിന് ശേഷമാണ് നമ്മുടെ വാല്യുവേഷനുകൾ നടക്കുക. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും സംഗതികളൊക്കെ ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ 21 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നാൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ റിസൾട്ടിൽ വന്നു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടില്ല. റിസൾട്ട് കിട്ടണമെന്ന് നമ്മളൊരു പ്രത്യേക നിബന്ധന കൂടെ വെച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്കൾ ഇതുവരെ ഫീഡ്ബാക്ക് പൂർത്തീകരിച്ചിട്ടില്ല, ഫീഡ്ബാക്ക് പൂർത്തീകരിച്ചവർക്ക് റിസൾട്ടും സർട്ടിഫിക്കറ്റും ലഭിക്കുകയുള്ളൂ എന്നാണ് പിസ്കയുടെ ആപ്പ് പറയുന്നത്. നമ്മളൊരു ഫീഡ്ബാക്ക് എന്ത് ചെയ്യാണ്, സബ്മിറ്റ് ചെയ്യാണ്. വെരി ഗുഡ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മലയാളത്തിൽ എഴുതാം. നമുക്ക് നല്ല കോഴ്സാണെന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോഴ്സാണ് ഏറെ ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് എന്താണ് നമുക്ക് ഫീഡ്ബാക്ക്, ആ സംഗതികൾ എന്ത് ചെയ്യുക, ഇവിടെ എഴുതുക. അപ്പോൾ നമ്മൾ പിന്നെ വരുന്ന ആളുകൾക്കൊക്കെ അത് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫീഡ്ബാക്കും സാധനമൊക്കെ നോക്കി അവർക്ക് ആ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ വേണ്ടതൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് സബ്മിറ്റ് ഫീഡ്ബാക്ക് എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ ബാക്കിലോട്ട് വരാം. ഈ നിശ്ചിത സമയം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മറ്റൊരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. ഇവിടെ ഈ ഹെൽപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിസൾട്ട് കാണാൻ വേണ്ടി പറ്റും. നേരത്തെ മുകളിൽ കാണുന്ന ഒരു ഫോട്ടോയിൽ കാണാം കഴിഞ്ഞ കോഴ്സിൻ്റെ, അതായത് ഈ ഒരു കോഴ്സിൻ്റെ ലൈവ് സമയത്ത് ക്വിസുകളിൽ ഇത് ലൈവായി നടക്കുന്ന സമയത്ത് അതിലെ റാങ്ക് നേടിയ ആളുകളുടെ പേരും അവരുടെ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്കും സംഗതിയും കാണാം. ക്ലാസ് ടെസ്റ്റുകൾക്ക് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക്. അപ്പോൾ ചില ആളുകൾക്ക് ഇവിടെ കൺഫ്യൂഷൻസ് പൊതുവേ വരാറുണ്ട്. നമ്മൾ പീസ് റേഡിയോയിൽ നടത്തിയ കോഴ്സുകൾക്ക് ഇതുവരെ ഒരു വെയിറ്റേജ് അപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറുള്ളത്, മാർക്ക് കൊടുക്കാറുള്ളത്. അതായത് ക്ലാസ് ടെസ്റ്റുകൾക്ക് ഒരു വെയിറ്റേജും ഫൈനൽ പരീക്ഷയ്ക്ക് പൊതുപരീക്ഷയ്ക്ക് മറ്റൊരു വെയിറ്റേജുമാണ്. അതായത് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് എന്താണ്, പൊതുപരീക്ഷയ്ക്കാണ്.
അപ്പോൾ കാരണം കൂടുതൽ ചോദ്യങ്ങളുണ്ട്. പിന്നെ അതാണ് ഒരു വലിയ മാനദണ്ഡമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ ക്രമീകരിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് ക്ലാസ് ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ 30 ക്ലാസ്സുകൾ ഉള്ള ഒരു കോഴ്സാണെങ്കിൽ 30x3 90 ചോദ്യങ്ങൾ എന്ത് ചെയ്യും അതിലുണ്ടാവും. അപ്പോൾ ഈ 90 ചോദ്യങ്ങൾക്കും ശരിയുത്തരം കിട്ടിയ ഒരാൾക്ക് എന്ത് ചെയ്യും 90 മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്നാൽ പൊതുപരീക്ഷയ്ക്ക് എന്ത് ചെയ്യുള്ളൂ 40 ചോദ്യങ്ങളാണ് പൊതുവിൽ നമ്മൾ കൊടുക്കാറുള്ളത്. ചിലപ്പോൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചില ക്രമീകരണങ്ങൾ അതിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓപ്ഷൻ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പര്യാപ്തമായതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ചെറിയ മാറ്റങ്ങളൊക്കെ ഇനി വരാൻ സാധ്യതയുണ്ട്. നിലവിൽ അത് 40 ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ 40 ചോദ്യങ്ങൾക്ക് ഫുള്ള് ശരിയാക്കി കഴിഞ്ഞാൽ 40 മാർക്കാണ് കിട്ടുക. മറ്റേത് ക്ലാസ് ടെസ്റ്റുകൾക്ക് 90 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ 90 കിട്ടിയ മാർക്കിനെ നമ്മൾ ഒരു 40 വെയിറ്റേജ് 40 കൊടുക്കുമ്പം 40ലേക്ക് അത് കൺവേർട്ട് ചെയ്യും. എന്നാൽ ആ സ്ഥാനത്ത് 40 കിട്ടിയ പൊതുപരീക്ഷൻ്റെ മാർക്കിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന 60ലേക്കാണ്. മനസ്സിലായോ? അങ്ങനെ ആ ഒരു വെയിറ്റേജ് 60ആണ് നമ്മൾ പൊതുപരീക്ഷയ്ക്ക് കൊടുത്തത്. അപ്പോൾ വെയിറ്റേജ് കൂടുതലുള്ള എന്തിനാണ് പൊതുപരീക്ഷയ്ക്കാണ്. പൊതുപരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് കിട്ടിയ ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യുക കൂടുതൽ റാങ്കിലേക്കൊക്കെ എത്താൻ കൂടുതൽ സാധ്യത എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം തൊട്ട് താഴെ കാണാം. അതായത് ഇപ്പോൾ 3 മാർക്ക് നേടിയ ഒരു പഠിതാവ്, ആ പഠിതാവിന് വെയിറ്റേജിലേക്ക് നമ്മൾ വരുമ്പോൾ ശരിക്കും 2 മാറിയ മാർക്ക്. പിന്നെ അങ്ങനെ ഇത് ഓരോന്നിനും മാറ്റം ഉണ്ടാവും. ഓരോ മൊഡ്യൂളിലും ഇത് മാറ്റം ഉണ്ടാവും. കാരണം ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പം എന്താ പറയുക 20 ക്ലാസ്സുകളാണ് ഈ ഒരു മൊഡ്യൂളുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ വെയിറ്റേജ് കാണിക്കുമ്പോൾ 2 ഔട്ട് ഓഫ് 2 ആയത്. ഇനി വേറൊരു കോഴ്സ് എടുത്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുക മറ്റൊരു കോഴ്സ് എടുത്തു, കൂടുതൽ ക്ലാസ്സുകളുള്ള ഒരു കോഴ്സ് എടുത്തു. അതിൻ്റെ റിസൾട്ടിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാൽക്കുലേഷൻ മാറിക്കണ്ട 1.3ലാണ് 0.4 കിട്ടുന്നത്. അപ്പോൾ അവിടെ ഫുൾ മാർക്ക് വാങ്ങിയ ഏതെങ്കിലും ക്ലാസ്സുകളുണ്ടോ? ഞാൻ വെറുതെ ഇരുന്ന പരീക്ഷ ആയതുകൊണ്ടേ എന്ത് അതിൽ കൃത്യമായിട്ട് കാണില്ല. അപ്പോൾ 2 മാർക്ക് കിട്ടി കഴിഞ്ഞാൽ 0.8 ആണ് കിട്ടുന്നത്. കണ്ടില്ലേ 1.3ൽ 0.8 ആണ്. അപ്പോൾ ഈ രൂപത്തിലാണ് ആ വെയിറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഭാഗത്ത് നമ്മളത് കൊടുത്തിട്ടുള്ളത്. അതേ രൂപത്തിൽ ഫൈനൽ എക്സാമിൽ 60ൽ അതായത് 40ൽ 8ആണ് കിട്ടിയത്, അത് 60ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 12 മാർക്ക് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഇത് രണ്ടും കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഭാഗത്ത് ക്ലാസ് ടെസ്റ്റിൻ്റെ മാർക്ക് 13.8 40ൽ, അതുപോലെ 60ൽ ഫൈനൽ എക്സാമിന് ഇത്ര മാർക്ക്, പിന്നെ രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ള ടോട്ടൽ മാർക്സ്, പിന്നെ ഗ്രേഡാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് 90 മേലൊക്കെ മാർക്ക് വാങ്ങിയ ആളുകൾക്ക് എ ഗ്രേഡ് കിട്ടും, 80 മേലെ മാർക്ക് വാങ്ങിയ ആളുകൾക്ക് ബി ഗ്രേഡ്, 70 മേലെയാണെങ്കിൽ സി ഗ്രേഡ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് അതിൽ ഓരോ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രേഡിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ FAQയിൽ പോയി കഴിഞ്ഞാൽ എത്ര മാർക്കിലാണ് ഓരോന്ന് സംഗതികൾ വരിക എന്നുള്ളതൊക്കെ അതിൽ കൃത്യമായിട്ട് നമ്മൾ നൽകിയിട്ടുണ്ട്. ആ ഭാഗങ്ങൾ നോക്കുക. ഇനി ചില കോഴ്സുകൾക്ക് ചില ക്രൈറ്റീരിയ സ്പെസിഫിക് ആയിരിക്കും. അതായത് ആ കോഴ്സിന് മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ ഉണ്ടാവും. അത് നമ്മൾ രേഖപ്പെടുത്തുക. അതിൻ്റെ സ്റ്റഡി പ്ലാനറിലാണ്. ലൈവായിട്ട് നടക്കുന്ന കോഴ്സുകൾക്കാണ് ഈ സ്റ്റഡി പ്ലാനർ ഉണ്ടാവുക. ഏറ്റവും മിനിമലായിട്ട് നമ്മൾ കോഴ്സ് ചെയ്യുക. അപ്പോൾ ചില ആളുകൾക്ക് എന്ത് ചെയ്യും കോഴ്സ് ചെയ്യുമ്പോൾ ചില സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ക്ലാസ്സിൽ നിന്ന് ചില സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയങ്ങളിൽ അവരെന്ത് ചെയ്യണം ആ ചോദ്യങ്ങൾ സംശയങ്ങൾ എന്തായിരുന്നെങ്കിലും ഡൗട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത്, അഥവാ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സിൽ ഹെൽപ്പിലേക്ക് വരിക. ഹെൽപ്പിൽ ഡൗട്ട് സബ്മിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ എന്ത് ചെയ്യുക നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ നിലവിൽ കൊടുത്ത ചോദ്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ഡൗട്ടിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യം നമുക്ക് മാത്രമേ പൊതുവിൽ കാണാൻ പറ്റുള്ളൂ. അതായത് സാധാരണ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഈ പീസ് റേഡിയോ മറ്റേ ആപ്പിൽ നിന്ന് ഉപയോഗം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ചോദ്യം തരിക അവിടെ കാണില്ല. നിങ്ങൾക്കുള്ള ഉത്തരങ്ങളും ചിലപ്പോൾ അവിടെ മാത്രമേ കാണുള്ളൂ. ഇനി അതല്ല പീസ് റേഡിയോ ടീമിൽ തോന്നുകയാണ് ഈ ചോദ്യം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ചോദ്യമാണ്, ഒരു വ്യക്തിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യം അല്ല, മൊത്തത്തിൽ ഉപകാരപ്പെടുന്ന ചോദ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ അതിനെ പബ്ലിക് ആക്കാനുള്ള ഓപ്ഷൻ എന്തുണ്ട് പീസ് റേഡിയോക്ക് ബാക്കിലുണ്ട്. നമ്മളെ ടീമിന് ഇവിടെ സാധിക്കും. അപ്പോൾ അത് അത്തരം ചോദ്യങ്ങൾ എന്ത് ചെയ്യും അത് എല്ലാ ആളുകൾക്കും കാണുന്ന രൂപത്തിലേക്കും എത്തും. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക. പൊതുവിൽ എന്ത് ചെയ്യുള്ളൂ അത് നിങ്ങൾക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനി ആ ചോദ്യത്തിൻ്റെ ഒരു നാസോൺസ് അപ്പോൾ അതിന് പബ്ലിക് ആക്കുന്ന ചോദ്യങ്ങളിൽ നിങ്ങളുടെ പേരോ സനതയോ ഒന്നും വരില്ല. ആ ചോദ്യങ്ങൾ അവിടെ വരും, അതിൻ്റെ ഉത്തരങ്ങളുമായിട്ടായിരിക്കും അത് കാണിക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ രൂപത്തിലാണ് പതിൻ്റെ ക്രമീകരണം. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക ടൈപ്പ് ചെയ്ത് ചോദിക്കുകയാണ്. നമുക്ക് എന്ത് ചോദ്യങ്ങളും ഇതിൽ ചോദിക്കാം. എന്താണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും ക്വസ്റ്റ്യൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് കാണിക്കും. അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവും വെയിറ്റിംഗ് ഫോർ ഇൻസ്ട്രക്ടർ റെസ്പോൺസ്. അപ്പോൾ അതിൽ പണ്ഡിതന്മാരതിൽ പറയുന്ന ഉത്തരങ്ങൾ ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യും ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഒക്കെ വരും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇനി നമ്മുടെ ഈ കോഴ്സുകളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ഒരു അധിക വായനക്കും പഠനത്തിനും വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തൊരു സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ട്. കോഴ്സ് വർക്ക് എന്നാണ് നമ്മൾ അതിന് പേരിട്ടത്. ആ കോഴ്സ് വർക്കൊന്നും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചോദ്യങ്ങൾ നമ്മുടെ പൊതുപരീക്ഷയ്ക്ക് ഇടാറുണ്ട്. ക്ലാസ് ടെസ്റ്റുകൾക്ക് എന്ത് ചെയ്യാറില്ല നമ്മളത് ഇടാറില്ല. പൊതുപരീക്ഷയിൽ എന്ത് ചെയ്യാറുണ്ട് ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ആ കോഴ്സ് വർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് വരും ചില കോഴ്സുകൾക്കൊക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടില്ല. ഇവിടെ ഈ PDF എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അത് സ്റ്റാർട്ട് കൊടുക്കാം. അത് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും
പെർമിഷൻ നേരത്തെ കൊടുക്കാത്ത ആളുകൾ, ചില ആളുകൾക്ക് ഈ ഫയൽ ആക്സസ് ചെയ്യാൻ പെർമിഷൻ കൊടുത്തിട്ടുണ്ടാവില്ല. അവർക്ക് ഈ ഒരു പേജാണ് വരിക. ജസ്റ്റ് ഇവിടെ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക, നമ്മുടെ സ്റ്റോറേജിൻ്റെ പെർമിഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് ബാക്ക് അടിച്ച് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, അപ്പോൾ എന്ത് ചെയ്യും, അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആവും. ഇനി അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ PDF റീഡർ ഏതാണോ അത് എന്ത് ചെയ്യും, ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് നമുക്കത് വാട്സപ്പിലേക്കോ മറ്റാളുകൾക്കൊക്കെ നമുക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി മിക്ക കോഴ്സുകൾക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ഒരു വായിക്കാനുള്ള അവസരം ആപ്പിന് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന് നമ്മൾ മറ്റൊരു കോഴ്സ് നോക്കാം, നേരത്തെ കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകൾ. അതായത് ഈ എൻറോൾഡ് കോഴ്സിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം സി ഓൾ എന്ന് പറയുന്ന ഒരു ബട്ടൺ. അവിടെ നമ്മൾ എൻറോൾ ചെയ്തിരിക്കുന്ന കോഴ്സുകളും കാണും, ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത കോഴ്സുകളും എന്ത് ചെയ്യും, കാണും. നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഭാഗത്താണ് വരിക. മൊഡ്യൂൾ 14 തൊട്ട് മുമ്പത്തെ കോഴ്സാണ്, അത് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കോഴ്സ് വർക്കിൽ ടെക്സ്റ്റ് കാണാം, കേട്ടോ. ഇതെന്താണെന്നൊക്കെ പറയുന്ന ടെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ രൂപത്തിൽ അടിയിൽ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൽ മാത്രമല്ല, നമ്മളിതിൻ്റെ മറ്റു മൊഡ്യൂളുകളൊക്കെ എടുത്ത് നോക്കിയാലും ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ശുദ്ധി എന്ന് പറയുന്ന കോഴ്സ് എടുക്കുക, അതിൽ ഈ ഹെൽപ്പിലേക്ക് വരിക, കോഴ്സ് വർക്ക് എടുക്കുക. അപ്പോൾ അതിൽ PDF ഉണ്ടാവും. എന്ത് ചെയ്യും, അതിൽ നമുക്കിങ്ങനെ ഒരു വായിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഫോണ്ടിൻ്റെ സൈസ് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇങ്ങനെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടാൻ വേണ്ടി പറ്റും. വായിക്കാവുന്ന സൗകര്യത്തിന് എന്ത് ചെയ്യാം, അത് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പഠിതാക്കൾ ശ്രദ്ധിക്കുക. ഇവിടുന്ന് വായിക്കുക. ഇതിനും ഈ ഭാഗത്തുനിന്ന് ചോദ്യം എവിടെ ഉണ്ടാവും, നമ്മുടെ പരീക്ഷയിൽ ഉണ്ടാവും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പൊതുവേ നമ്മുടെ സാധാരണ കോഴ്സുകളിൽ, അഥവാ ഈ ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സുകൾ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഉണ്ടാവുക. ഇനി ലൈവായിട്ടുള്ള കോഴ്സുകളാണെങ്കിൽ ഇതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഈ ഒരു കോഴ്സ് നോക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലൈവായിട്ടുള്ള കോഴ്സുകൾ വരുമ്പോൾ ഏറ്റവും ടോപ്പിൽ അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. വളരെ പ്രധാനപ്പെട്ട എല്ലാ അറിയിപ്പുകളും എന്ത് ചെയ്യും, ആ കോഴ്സിൻ്റെ കാലഘട്ടത്തിലുള്ള ചിലപ്പോൾ പ്രത്യേക അറിയിപ്പുകളുണ്ടാവും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും വൈകിയേ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയൊക്കെ ചെയ്താൽ അതിനുള്ള സൊല്യൂഷൻ എന്താണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും കലണ്ടറിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരിക, ഇങ്ങനെ എന്തെങ്കിലും പ്രത്യേക രൂപത്തിലുള്ള ക്രമീകരണങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു ഭാഗത്താണ് അറിയാം. ഈ അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തുകളിനെ കണ്ടു ഒരു ചുവന്ന കളറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു റിപ്പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. അതിൽ എത്ര നോട്ടിഫിക്കേഷൻസ് നമ്മൾ വായിക്കാത്തതുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയോ ആഡുകൾ എന്തെങ്കിലും പീസുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഓഡിയോ ആഡ്സ് നമുക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. ശേഷം ഈ ഷോ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെയുള്ള വ്യത്യസ്ത സംഗതികളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. പോസ്റ്ററുകൾ, പ്രത്യേകമായിട്ടുള്ള പോസ്റ്ററുകൾ, അതുപോലെ എന്തെങ്കിലും സംഗതികൾ, ഇത് സിമ്പിളായിട്ട് പോലത്തെ കൊടുത്താണ്. അപ്പോൾ ഇതുപോലത്തെ എന്ത് സംഗതികൾ എന്ത് ചെയ്യും, നമ്മുടെ ഇതിലേക്ക് വരും എന്നുള്ളത് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ഒരു അപ്പോൾ ഈ ബാൻഡ് റിവ്യൂ എന്ന് പറയുന്നത് അത് ഈ ഒരു കോഴ്സ് ടെസ്റ്റ് കോഴ്സിൽ നമ്മളിട്ട ഒരു റിവ്യൂ ചോദ്യങ്ങളാണ്. അതായത് ഈ മദ്രസക്ക് നമ്മൾ പാരൻ്റ് റിവ്യൂ എന്ന് പറയാറുണ്ട്. രക്ഷിതാക്കൾ കുട്ടികൾക്ക് വേണ്ടി അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി നൽകുന്ന ഒരു മാർക്കും സംഗതികളൊക്കെ ഉള്ള ഒരു സംഗതിക്കാണ് പാരൻ്റ് റിവ്യൂ എന്ന് നമ്മൾ പറയാം. അപ്പോൾ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ട്. അത് അന്നോ ലൈഫ് കോഴ്സുകൾക്കൊന്നുമില്ല, ഇപ്പം നിലവിലില്ല. ഇനി ഭാവിയിൽ അത് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും, ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം സംഗതികളൊക്കെ നമ്മൾ പറയും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പിന്നുള്ളത് കോഴ്സ് പ്ലാനറാണ്. അതായത് ലൈവായിട്ട് ഇപ്പം കോഴ്സുകളുടെ ലൈവായി നടക്കുന്ന കോഴ്സുകളെ കുറിച്ചിട്ടുള്ള കൃത്യമായ വിവരം, എവിടെ ഈ ക്ലാസ് എത്തി എന്നൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അതായത് എന്നാണ് ഈ കോഴ്സിലേക്കുള്ള എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതായത് ഇന്നിപ്പോൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എൻറോൾമെൻറ്റ് ചിലപ്പോൾ ഉണ്ടാവും ഒരു മാസം മുമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഒരു മാസം മുമ്പേ എന്ത് ചെയ്യും, ആളുകൾക്ക് ഇതിൽ എൻറോൾ ചെയ്ത് കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യുന്ന പീരീഡിൽ കോഴ്സിലെ ചില ഭാഗങ്ങളൊക്കെ അവർക്ക് കിട്ടും. അതായത് അനൗൺസ്മെൻറ്റുകൾ കാണാൻ വേണ്ടി പറ്റും, അതിലുള്ള ഫാക്കൽറ്റിൻ്റെ ഡീറ്റെയിൽസ് വായിക്കാൻ വേണ്ടി പറ്റും, അതിലുള്ള മൊഡ്യൂളുകളിലുള്ള പേരും അതിൻ്റെ ഒരു സിലബസും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നേരത്തെ അവർക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കൃത്യമായുള്ള ഡേറ്റുകൾ ഞാൻ നോക്കാറില്ല, ഓരോ ക്ലാസ്സും എന്താണ് പോവുക, പിന്നെ നമ്മളിപ്പോൾ എവിടെ എത്തിയത്, ഈ സമയത്ത് ഇതിന് വ്യത്യസ്ത സമയം, അതൊരു ഡേറ്റൊക്കെ നോക്കണ്ട, ഇതൊരു സാമ്പിളിന് വേണ്ടി കൊടുത്താണ്. അപ്പോൾ സമയം വെച്ചിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു അരമണിക്കൂറിനും ഓരോ ചോദ്യങ്ങൾ വരുന്ന രൂപത്തിൽ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പോൾ അത് എന്ത് ചെയ്യാറായി, ഒരു സമയം ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ ക്ലാസ് ടെസ്റ്റുകളുടെ മാർക്ക് എന്ത് ചെയ്യും, അതിന് റിലീസാവും. അപ്പോൾ ലൈവ് കോഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യണം. ആളുകൾക്ക് സംശയമുള്ളൊരു സംഗതിയാണ്. നമ്മുടെ ലൈവായിട്ടുള്ള ഒരു കോഴ്സിൽ ഒരു ക്വസ്റ്റിന് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്ത് ചെയ്യില്ല, ശരിയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കൂല, അപ്പോൾ മനസ്സിലാവില്ല. അതായത് നിങ്ങളത് ശരിയാണോ തെറ്റാണോ ഒന്നും എന്ത് ചെയ്യില്ല പറയില്ല. ഉദാഹരണത്തിന് നമുക്ക് ഈ സ്ക്രീനിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചില കളറുകളൊക്കെ ഉണ്ട്, കളർ ഞാൻ പറയാം. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തു, നേരത്തെ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കംപ്ലീറ്റ് ചെയ്തൊരു കോഴ്സ് എടുത്തു, അതിൽ മൊഡ്യൂളിലേക്ക് വന്നു, ഒരു ക്ലാസ് ടെസ്റ്റ് എടുത്തു. അപ്പോൾ അതിൽ ശരി ഏതാ തെറ്റ് ഏതാണെന്ന് നേരിട്ടുണ്ട് നമ്മൾ പരീക്ഷ എഴുതിയ ഉടനെ തന്നെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇങ്ങനെ ലൈവായിട്ട് നടക്കുന്ന ഒരു കോഴ്സാണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള ടെസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുണ്ടാവും. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഉത്തരങ്ങളൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മൾ നേരത്തെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ശരി ഉത്തരങ്ങളല്ല വന്നത്. നേരത്തെ ലൈവ് അല്ലാത്ത കോഴ്സുകൾ ചെയ്ത സമയത്ത് അവിടെ നമുക്ക് ശരി ഉത്തരങ്ങളും തെറ്റുത്തരങ്ങളൊക്കെ അവിടെ കാണിച്ചു. പിന്നെ എഡിറ്റിംഗ് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, അവിടെ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ റേഡിയോയിൽ നടക്കുന്ന കോഴ്സുകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് പ്ലാനറിൽ പറഞ്ഞൊരു തീയതി ഉണ്ടാവും, ഇന്ന ഡേറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റും, ഏത് ക്ലാസ്സുകൾക്കും നമുക്ക് ഉത്തരം അയക്കാൻ പറ്റും. ഈ ഒരു കാര്യം എന്തിനാ അങ്ങനെ എടുത്തു വെച്ചെന്ന് വെച്ചാൽ, പക്ഷേ ഏത് സമയത്തും ബീസ് റേഡിയോ കോഴ്സ് ഓപ്ഷനിലേക്ക് ആളുകൾ കടന്നു വരാം. അപ്പോൾ അവർക്കൊക്കെ അതാത് സമയങ്ങളിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് ഈ കോഴ്സുകളുടെ ഭാഗമാകാൻ വേണ്ടി പറ്റും. അല്ലാതെ അടുത്തൊരു കോഴ്സ് തുടങ്ങട്ടെ എന്ന് എന്ത് ചെയ്യേണ്ട, കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല.
ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെയും ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ കേട്ട് ഉത്തരം അയക്കാൻ എന്ത് ചെയ്യും ഇവർക്ക് പറ്റും. ചെറിയ ഒരു വിഷയം അതിലുണ്ട്, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലൈവായിട്ട് നടക്കുന്ന കോഴ്സുകൾക്ക് ആ ഒരു നിശ്ചയിച്ച തീയതി വരെ, അതായത് ഏകദേശം മോഡൽ പരീക്ഷ കഴിഞ്ഞ് ഫൈനൽ പരീക്ഷ ഇടയിലുള്ള ഒരു ഡേറ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെക്കുക. ആ ഒരു സമയം വരെ എന്ത് ചെയ്യാൻ പറ്റും, ആളുകൾക്ക് ഈ ക്ലാസ് ടെസ്റ്റിലെ ഉത്തരങ്ങൾ ശരിയാണോ ഒക്കെ നോക്കി മാറ്റാൻ വേണ്ടി പറ്റും, സബ്മിറ്റ് ചെയ്യാൻ പറ്റും, ഒക്കെ പറ്റും എന്നതാണ്. പക്ഷേ ഇങ്ങനെ ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മൾ ഉത്തരങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. മറ്റേ കോഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ മാർക്ക് വരും, നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇനി ബാക്ക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, 2-3 തരത്തിലുള്ള കളേഴ്സ് അവിടെ കാണുന്നുണ്ട് അല്ലേ. ചില ആളുകൾക്ക് ഒരു ഓറഞ്ച്, ഒരു മഞ്ഞ ഒക്കെ പോലത്തെ ഒരു കളർ ആ ഒരു ഭാഗത്ത് കാണുന്നുണ്ട്. ചില ആളുകൾക്ക് പച്ച, ചില ക്ലാസ്സുകൾക്ക് പച്ച, ചിലതിന് ചുവപ്പ്, ചിലതിന് ഒരു ഗ്രേ സാധനമാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കളർ കോഡിങ് എന്താണെന്ന് വെച്ചാൽ, പച്ച ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ സമയത്ത് അത് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ക്ലാസ് ടെസ്റ്റുകളെ ഹാജർ എന്നുള്ള നിലക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൈവ് കോഴ്സിൽ പരിഗണിക്കുന്നത്. കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കോഴ്സിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുന്ന ആളുകൾക്കാണ് ആ പച്ച കിട്ടുക. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പീസ് റേഡിയോയിൽ 500 കോഴ്സ് എന്ത് ചെയ്തു, നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ് പ്രക്ഷേപണം ചെയ്തു. ഇന്ത്യൻ സമയം രാത്രി 10 മണിക്കാണ് അത് പ്രക്ഷേപണം ചെയ്യുക. അത് പ്രക്ഷേപണം ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂർ സമയം വരെ ഓൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്ലാസ് ടെസ്റ്റിന് ഉത്തരം അയക്കാൻ പറ്റും. ആ സമയത്ത് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൃത്യമായി ഹാജർ, ആ സമയത്ത് അത് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഓൾക്ക് ഹാജർ കൊടുക്കുക, ഒരാണ് ക്ലാസ്സിൽ പ്രസൻറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും, ഓല് ചെയ്ത ആ ഒരു ക്ലാസ് ടെസ്റ്റിന് പൂർണ്ണമായ വെയിറ്റേജ് മാർക്ക് എന്ത് ചെയ്യും, കിട്ടും. അതായത് 3 ചോദ്യങ്ങളുണ്ടെങ്കിൽ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം അയച്ചാൽ ഓൾക്ക് 3 മാർക്ക് കിട്ടും. അത് ഏത് സമയത്ത് എഴുതിയാലേ കിട്ടുള്ളൂ, ഈ 48 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് കിട്ടുള്ളൂ. ഇനി 48 മണിക്കൂറിന് ശേഷം ഉത്തരം അയക്കാൻ പറ്റുമോ, അത് പറ്റും. ക്ലാസ്സിലേക്ക് വൈകിയും എന്ത് ചെയ്യാൻ പറ്റും, വരാൻ വേണ്ടി പറ്റും. വന്നാൽ എന്ത് ചെയ്യും, ചെറിയൊരു പണിഷ്മെൻറ്റ് പോലെ നിങ്ങളുടെ എഴുതിയ ചോദ്യത്തിൻ്റെ 70% മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് മാർക്ക് തരുള്ളൂ. ഇപ്പോൾ 3 ശരിയായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, 3 മാർക്ക് പിന്നെ കിട്ടില്ല. വൈകി കഴിഞ്ഞാൽ 3 ശരിയായാൽ 2.1 മാർക്കാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കിട്ടുക. 30% മാർക്ക് എന്ത് ചെയ്യും, മൊത്തത്തിലുള്ള മാർക്ക് നമ്മൾ കട്ട് ചെയ്യും. അപ്പോൾ കൃത്യസമയത്ത് നമ്മൾ അത് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന് ഒരു പരിഹാരമുള്ളൂ. അപ്പോൾ വളരെ ചുരുക്കം ആളുകൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞങ്ങൾ ഹജ്ജ് യാത്രയിലായിരുന്നു, ഞങ്ങൾ ഉംറയിലായിരുന്നു, ആ സമയത്ത് ഞങ്ങൾക്ക് ഈ രൂപത്തിലൊന്നും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇത് ക്ലാസ് ടെസ്റ്റുകൾ ശ്രദ്ധിച്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു, അഡ്മിറ്റ് ആയിരുന്നു, ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് വളരെ പ്രയാസപ്പെട്ടൊരു സാഹചര്യം ആയതുകൊണ്ട് ആ സമയങ്ങളിൽ എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും ജെന്യൂൻ ആയിട്ടുള്ള വ്യത്യസ്ത റീസൺസ് പല ആളുകൾക്കുണ്ടാവും. അത്തരത്തിലുള്ള ആളുകളെ പരിഗണിക്കണം എന്നാണ് പീസ് റേഡിയോ എൻ്റെ ഇതിൽ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഈ ഹെൽപ്പിൽ വന്നു കഴിഞ്ഞാൽ ലേറ്റ് എക്സാം റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണാം. ഇത് നേരത്തെ കോഴ്സിലില്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ. ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സിൽ എന്തില്ല, ഈ ലേറ്റ് എക്സാം റിക്വസ്റ്റ് ഇല്ല. കാരണം അവിടെ ഒരു ആവശ്യമില്ലല്ലോ. കാരണം എന്താണ്, ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അടുത്ത ക്ലാസ് അവിടെ ഫുൾ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ചോദ്യങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് ലേറ്റ് എക്സാം റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യാം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡിന് ചോദിക്കും. ഹജ്ജ് ആണെങ്കിൽ ഹജ്ജ്, എൻ്റെ റീസൺ ഇതൊന്നും അല്ലെങ്കിൽ ഒന്നുകൂടി സ്പെസിഫൈ ആയിട്ട് നമുക്ക് റീസൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റീസൺസ് എന്ത് ചെയ്യാം, അതിൽ ഉൾപ്പെടുത്താം. പിന്നെ അതിൽ ചോദിക്കുക നമ്മുടെ ഡേറ്റിൻ്റെ റേഞ്ചാണ്. ഒരു കലണ്ടർ കാണാം, ആ കലണ്ടർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ 9 തീയതി മുതൽ 11 വരെ ആയിരുന്നു. ഒരു ഉദാഹരണം കൊടുക്കുകയാണ്, ഇവിടെ നമ്മൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, സബ്മിറ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതോടെയും ഫില്ല് ചെയ്യണം. ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, 2 days പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സബ്മിറ്റ് കൊടുത്ത റിക്വസ്റ്റ് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവിടെ കാണിക്കും. പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് പെൻഡിങ് ആണ്. അപ്പോൾ പീസ് റേഡിയോയിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ നിങ്ങൾ വാട്സാപ്പിലോ അതല്ലെങ്കിൽ ഫോണിലോ ഒക്കെ കോൺടാക്ട് ചെയ്യും. ഇതല്ലെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് അത്രയും ഒതൻറ്റിക് ആണെന്ന് നമുക്ക് ഇപ്പോൾ ഹജ്ജിൻ്റെ പീരീഡ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ നമുക്ക് അറിയുന്ന സംഗതി കേസുകളൊക്കെ ആണെങ്കിൽ ആ രൂപത്തിൽ ഒരു വെരിഫിക്കേഷൻ നടത്തിയിട്ട് എന്ത് ചെയ്യും, അത് പീസ് റേഡിയോ ടീം ഇവിടുന്ന് അക്സെപ്റ്റ് ചെയ്താൽ ആ ഒരു തീയതികളിൽ നിങ്ങൾക്ക് എന്തില്ല, ഈ ലേറ്റ് ആയിട്ടുള്ള എക്സാം എഴുതിയാൽ മാർക്ക് കുറയുന്ന ആ ഒരു പ്രശ്നം പിന്നീട് വരില്ല, പൂർണ്ണമായ മാർക്ക് ലഭിക്കും എന്നർത്ഥം. അപ്പോൾ ഈ ഹജ്ജിൻ്റെ സീസണിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ ഒരു ഫീച്ചർ എന്ത് ചെയ്യാൻ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇനി വ്യത്യസ്ത കോഴ്സുകളിലെ നമ്മൾ വെച്ച ചില ക്രമീകരണങ്ങളുണ്ട്, അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നാലാണ് നമുക്ക് ഈ ആപ്പ് പൂർണ്ണമായിട്ടും അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുള്ളൂ. അതായത് 2 തരം കോഴ്സുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. ഒന്ന് ലൈവ് ടാഗ് ഉള്ള കോഴ്സുകൾ, ഒന്ന് ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സുകൾ. ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സ് എന്ന് വെച്ചാൽ പണ്ട് പീസ് റേഡിയോയിൽ നടന്ന കോഴ്സുകൾ ഇപ്പോൾ നമുക്ക് ആർക്കൈവ് ചെയ്ത കോഴ്സുകളാണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടെ ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ലൈവ് ടാഗ് ഉള്ളത് ഇപ്പോൾ പീസ് റേഡിയോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകളാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഒരാൾക്ക് എത്രയും കോഴ്സുകൾ എന്നിട്ട് എൻറോൾ ചെയ്യാൻ പറ്റുമോ, അതൊരു ചോദ്യമാണ് അല്ലേ. അതായത് പോയ സമയം 10 ലൈവ് കോഴ്സുകൾ ഉണ്ടെന്ന് നോക്കാം, വ്യത്യസ്ത കോഴ്സുകൾ പീസ് റേഡിയോയിൽ ഉണ്ടെന്ന് നോക്കാം. ഈ ലൈവ് ടാഗ് ഉണ്ടെങ്കിൽ ആ കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ക്ലിക്ക് ചെയ്താൽ എൻറോൾ ആവും. അത് നമുക്ക് എന്ത് ചെയ്യാം, എൻറോൾമെൻറ്റ് എന്താണ് വളരെ എളുപ്പത്തിൽ നടക്കും. എന്നാൽ ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരുപാടെണ്ണം ഒരു സമയം ചെയ്യാൻ അനുവാദമില്ല. 3 കോഴ്സുകളാണ് ഒരു സമയം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ.
ഒന്നുകൂടെ ക്ലിയർ ആക്കി നമുക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഇതെടുക്കുക. ഇതിലൊരു കോഴ്സ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്താണ്. കംപ്ലീറ്റ് ചെയ്തതോടുകൂടാതെ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും. അതവിടെ നിന്നോട്ടെ, ഒരു പ്രശ്നമില്ല. പിന്നെ ഒരു കോഴ്സ് ലൈവാണ്. പിന്നെ ഒരു കോഴ്സ് എന്താണ്, മൊഡ്യൂൾ 12 എന്നുള്ള കോഴ്സാണ്. അപ്പോൾ ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സ് ഇതിൽ എത്ര ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഒരു കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു, അപ്പോൾ പ്രശ്നമില്ല. കംപ്ലീറ്റ് ആവാത്തൊരു കോഴ്സ് ലൈവ് ടാഗ് ഇല്ലാത്തത് ഒന്നേ ഉള്ളൂ. ഇതുപോലത്തെ മറ്റു കോഴ്സുകളൊക്കെ നമുക്ക് എൻറോൾ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ സിയോട് കൊടുത്തു. ഞാൻ എന്ത് ചെയ്യാണ്, ലൈഫിലെ ഒരു കോഴ്സ് കച്ചവടം ഇസ്ലാമിൽ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ എൻറോൾ നൗ കൊടുത്തു. അപ്പോൾ സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്ത് ഞാൻ എന്തായി അതിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഇതിൽ ഈ തുടക്ക ഭാഗത്ത് കാണാം. കച്ചവടം ഇസ്ലാമിൽ എന്നുള്ളത് എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. ഇനി ഒരു കോഴ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലിങ്ങനെ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഞാൻ ഫാത്തിഹയ്ക്ക് എന്ത് ചെയ്തു, സൂറത്തുൽ ഫാത്തിഹ എൻറോളിന് കൊടുത്തു, സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്തു. ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൂറത്തുൽ ഫാത്തിഹയും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ എൻറോൾഡ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ 3 കോഴ്സുകളിൽ ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ എൻറോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്ന് ലൈവാണ്, അതിലും എൻറോൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ലൈവായിട്ടുള്ള കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഒരേ സമയം എത്ര എണ്ണത്തിന് വേണമെങ്കിൽ ചെയ്യാം. അതിന് ലിമിറ്റേഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ഇനി 4മതൊരു കോഴ്സിലേക്ക് നമ്മൾ എൻറോൾ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരു മെസ്സേജ് നമുക്ക് വരും. ഒരു വിദ്യാർത്ഥിക്ക് പരമാവധി 3 എക്സ്ക്ലൂസീവ് കോഴ്സുകളിൽ മാത്രമേ എൻറോൾ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതായത് ലൈവ് ടാഗ് ഇല്ലാത്ത കോഴ്സുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മാക്സിമം 3 എണ്ണത്തിൽ ഒരു സമയം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾക്ക് സങ്കടമാവും, എനിക്ക് ആ കോഴ്സ് ചെയ്യാൻ എന്തുണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു ഹജ്ജിൻ്റെ സീസൺ വരുന്ന സമയത്ത് ആ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ലിമിറ്റേഷൻ വെക്കരുതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പം അതിന് ഒരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിലുള്ള ഒരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നിലവിലുള്ള ഈ ലൈവ് ടാഗ് ഇല്ലാത്ത ഏതെങ്കിലും ഒരു കോഴ്സിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഹെൽപ്പിലേക്ക് വരാം. അതിൽ കോഴ്സ് ഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്കൊരു മെസ്സേജ് ഒക്കെ വരും. അതിൽ ഡ്രോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ കോഴ്സ് എന്ത് ചെയ്യും, നമ്മുടെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. കണ്ടില്ലേ, മൊഡ്യൂൾ 12 ഈ ലിസ്റ്റിൽ നിന്ന് പോയി. ഇനി അല്ലെങ്കിൽ കച്ചവടം ഇസ്ലാമിൽ എന്നുള്ള ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഹെൽപ്പിലേക്ക് വന്നു. കോഴ്സ് ഡ്രോപ്പ് ക്ലിക്ക് ചെയ്തു. ഡ്രോപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സ് എന്ത് ചെയ്തു, ഈ ലിസ്റ്റിൽ നിന്ന് പോയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു കോഴ്സിൽ പോയിട്ട് എൻറോൾ ചെയ്യാം. നമുക്ക് വിവാഹമായിട്ട് ബന്ധപ്പെട്ട ഒരു കോഴ്സിൽ ശേഷം വേണമെങ്കിൽ പോയിട്ട് എൻറോൾ ചെയ്യാം, പ്രശ്നമില്ല. കണ്ടോ? അപ്പോൾ ഈ ഡ്രോപ്പ്, അപ്പോൾ ചില ആൾക്ക് പിന്നീട് സംശയം, ഡ്രോപ്പ് ചെയ്ത കോഴ്സുകൾ അപ്പോൾ ഞാൻ കുറേ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു, ഒരു ഉദാഹരണത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വിവാഹം ദാമ്പത്യം കുടുംബം ഇപ്പോൾ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ 18 ക്ലാസ്സസ് ടു ഗോ എന്നാണ് കാണിക്കുന്നത്. ശരിക്കും അത് എത്ര ക്ലാസ് ഉണ്ട് നോക്കി കഴിഞ്ഞാൽ 30 ക്ലാസ്സുകളുണ്ട്. പക്ഷേ അതിൽ 18 എണ്ണം ഇനി ചെയ്യാനുള്ളൂ. അപ്പോൾ 12 എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, നേരത്തെ ചെയ്തിട്ടുണ്ട്. പറയുമ്പോൾ നമ്മളിപ്പം എൻറോൾമെൻറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇതെങ്ങനെ സംഭവിച്ചത്, അതായത് നേരത്തെ അപ്പോൾ ഈ കോഴ്സ് പകുതി നമ്മൾ ചെയ്തതിന് ശേഷം എന്ത് ചെയ്തതാണ്, നമ്മൾ ഡ്രോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഒന്നും നഷ്ടപ്പെടുന്നില്ല. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാൻ, ഡ്രോപ്പ് ചെയ്താൽ ഒന്നും നഷ്ടപ്പെടില്ല. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ വിവാഹം എന്നുള്ള കോഴ്സ് എനിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനിയും ഡ്രോപ്പ് ചെയ്യാം. ഹെൽപ്പിലേക്ക് വന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലിസ്റ്റിൽ നിന്ന് പോകും. എവിടെ വരും, നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം. ഇവിടുത്തെ വീണ്ടും എന്ത് ചെയ്യാം, നമുക്കത് എൻറോൾ ചെയ്യാം. എൻറോൾ ചെയ്താൽ വീണ്ടും എന്ത് ചെയ്യും, ആ 18ാമത്തെ ക്ലാസ് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇപ്പം 3 പാക്കറ്റ് ചെയ്യാൻ ശരിക്കും അത് മനസ്സിലാവും. കണ്ടോ, 18 ക്ലാസ്സസ് ടു ഗോ എന്നുള്ളത് അങ്ങനെ തന്നെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കോഴ്സിനെ ഡ്രോപ്പ് ചെയ്യാനും വീണ്ടും എൻറോൾ ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ഒരു ക്രമീകരണം, ഒരു സമയം 3 കോഴ്സ് എന്നുള്ളത് നമ്മളങ്ങനെ നിശ്ചയിച്ച് വെച്ചതാണ്. അല്ലെങ്കിൽ ഒരുപാട് കോഴ്സുകളിൽ എന്ത് ചെയ്യും, നമ്മൾ വെറുതെ എൻറോൾമെൻറ്റ് ഇട്ട് വെക്കും എന്നുള്ളതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതൊന്നും എടുത്ത സമയത്ത് ഹെൽപ്പിൽ തൊട്ട് താഴെ ആരുണ്ട്, റീസെറ്റ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ റീസെറ്റ് കോഴ്സും കോഴ്സ് ഡ്രോപ്പ് 2 ഓപ്ഷൻസ് ഉണ്ട്, ശ്രദ്ധിക്കണം. കോഴ്സ് ഡ്രോപ്പ് എന്താണ്, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാം, കയറി വരാം. കോഴ്സ് ഡ്രോപ്പിൻ്റെ കോഴ്സ് നമ്മളിപ്പോൾ കൃത്യമായി മനസ്സിലാക്കി. ഇനി റീസെറ്റ് കോഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ താൽക്കാലികമായിട്ടുള്ള ഒരു സംഗതിയല്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ കോഴ്സിൽ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എന്ത് ചെയ്യും, റീസെറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് മുതൽ നമ്മൾ ആ കോഴ്സ് തുടങ്ങാൻ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു കോഴ്സിൽ നമ്മൾ എൻറോൾ ചെയ്യണം. ആ കോഴ്സിൽ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുക, ഒന്നുകൂടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ വിവാഹം ദാമ്പത്യ കുടുംബം എന്നുള്ള കോഴ്സ് നമ്മൾ 39% എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോഴ്സ് ഒരിക്കൽ കൂടെ എടുത്ത് ഞാൻ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഡ്രോപ്പ് ചെയ്യണം, കോഴ്സ് ഡ്രോപ്പ് ചെയ്തു. അത് നമ്മുടെ ഈ ഒരു എൻറോൾഡ് കോഴ്സിന് ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ആ സെയിം കോഴ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരിക്കൽ കൂടെ ജോയിൻ ചെയ്യാം, അഥവാ എൻറോൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ രജിസ്റ്റർ നേരത്തെ ചെയ്തതിൻ്റെ ബാക്കി കണ്ടോ, ഇവിടെ ഒരാളുടെ ചോദ്യങ്ങൾ 13 ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. തുടർച്ചയാണ് നമുക്ക് കിട്ടുക. എന്നാൽ ഇനി റീസെറ്റ് കോഴ്സ് നിൽക്കുന്ന സമയത്ത് എന്താ സംഭവിക്കണം നോക്കാം. ഇവിടെ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കുറേ ക്ലാസ്സുകൾ നമ്മൾ ഉത്തരം അയച്ചിട്ടുണ്ട് അല്ലേ. ആ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുക. ജസ്റ്റ് റീസെറ്റ് കോഴ്സ് നോക്കി, റീസെറ്റ് കോഴ്സ് ഒന്നുകൂടെ അങ്ങോട്ട് കൺഫേം ചെയ്യാൻ പറയും. പിന്നെ എന്തില്ല, അത് തിരിച്ച് നമുക്ക് ഒരിക്കലും പിന്നെ കിട്ടില്ല. ഇപ്പോൾ റീസെറ്റ് കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോഴ്സ് റീസെറ്റ് സക്സസ്ഫുള്ളി. ഇനി ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഹോമിൽ തന്നെ കാണാം. നേരത്തെ 18 ക്ലാസ്സസ് ടു കോന്നായിരുന്നു, ഇപ്പോൾ അവിടെ 31 ക്ലാസ്സസ് ടു കോ, അതായത് 0%. നേരത്തെ അവിടെ കുറഞ്ഞൊരു ശതമാനം കംപ്ലീഷൻ കാണിച്ചിരുന്നു. അതെന്ത് ചെയ്തു, 0ലേക്ക് റീസെറ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് മുതൽ എന്ത് ചെയ്യണം, നമ്മളിത് ചെയ്യണം.
ഇപ്പോൾ മൊഡ്യൂളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ആൻസർ ആയിട്ട് മാർക്ക് ചെയ്തിരുന്ന സംഗതികളൊക്കെ ക്ലിയർ ചെയ്ത് ഫസ്റ്റിലേക്ക് അത് വന്നു. അപ്പോൾ ഈ റീസെറ്റ് ഓപ്ഷൻ ശരിക്ക് എന്തിനാണ് എന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഒരു ഉദാഹരണത്തിന് നേരത്തെ ഒരു 10 ക്ലാസ്സുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉടനെ മുൻപ് ഒരു കോഴ്സിൽ ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബാക്കി ക്ലാസ്സുകൾ ചെയ്യാൻ സാധിക്കാതെ വന്നു. അങ്ങനെയുള്ള കേസുകളിൽ എന്ത് ചെയ്യും, നമ്മൾ എന്നോട് ചെയ്യുമ്പോൾ ആ 11ാമത്തെ ക്ലാസ് മുതലായിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ പണ്ട് പഠിച്ച സംഗതികളായതുകൊണ്ട് അതൊന്നും നമ്മുടെ തലയിൽ എന്തുണ്ടാവില്ല, നമ്മൾ ഓർത്ത് നിൽക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്ക് തന്നെ തോന്നും ആദ്യത്തെ ക്ലാസ് മുതൽ എന്ത് ചെയ്യണം, ഒന്ന് കേട്ട് ഉത്തരം എഴുതി ഈ ഒരു കോഴ്സ് കൃത്യമായിട്ട് പൂർത്തീകരിക്കണം എന്നൊക്കെ തോന്നും. ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഉടനെ മുൻപാണ് സൂറത്തുൽ ഫാത്തിഹ പഠിച്ചത്, അതൊരിക്കൽ കൂടെ ചെയ്യണം അങ്ങനെ തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് റീസെറ്റ് കോഴ്സ്. അപ്പോൾ ഈ റീസെറ്റ് കോഴ്സ് പറയുമ്പോൾ ചില ആളുകൾ സംശയം ഉണ്ടാവും. ഞാൻ ലൈവായിട്ട് റേഡിയോയിൽ നടക്കുന്ന സമയത്ത് സൂറത്തുൽ ഫാത്തിഹ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്തിരുന്നു, അത് ലൈവായിട്ടാണ് നമ്മൾ ചെയ്തത്, ആ സമയത്ത് കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കോഴ്സ് നമ്മൾ റീസെറ്റ് ചെയ്തു ഇന്ന്, അതായത് ഒരു 3 വർഷം മുമ്പ് ചെയ്തൊരു കോഴ്സ്, ലൈവായിട്ട് ചെയ്തൊരു കോഴ്സ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റീസെറ്റ് ചെയ്താൽ നമുക്ക് തുടക്കം മുതൽ എന്ത് ചെയ്യാം, വീണ്ടും ആ കോഴ്സ് ചെയ്യാം. നമുക്ക് ഗോൾഡൻ ബാഡ്ജ് തന്നെയാണ് എന്ത് ചെയ്യുക കിട്ടുക. അതല്ലാതെ എന്ത് ചെയ്യില്ല, നമ്മൾ ഇപ്പം ലേറ്റായിട്ട് ചെയ്താൽ സിൽവർ ബാഡ്ജ് എന്നുള്ള ആ ഒരു ബാഡ്ജിലേക്കല്ല, ഗോൾഡൻ ബാഡ്ജിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കോഴ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്തത് ലൈവായിട്ടാണെങ്കിൽ അത് എന്നും ആ ഒരു ഗോൾഡൻ ബാഡ്ജ് നമുക്ക് നിലനിർത്തിക്കൊണ്ട് ആ കോഴ്സിലെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി നോക്കാം, ജസ്റ്റ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ലൈവ് കോഴ്സ് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിഭാഗത്ത് ഈ ലൈവ് എന്നുള്ള ടാഗ് നമുക്ക് കാണാം കോഴ്സ് ലിസ്റ്റിൽ. ഇപ്പോൾ മൊഡ്യൂൾ 15 ഒരു സാമ്പിൾ ടെസ്റ്റ് കോഴ്സ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. ആ ടെസ്റ്റ് മൊഡ്യൂൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള അനൗൺസ്മെൻറ്റുകളും സാധനങ്ങളൊക്കെ ആദ്യം തന്നെ കാണാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ സമ്മറി, ഫാക്കൽറ്റി, മൊഡ്യൂളുകൾ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ അതിലേക്ക് എൻറോൾ നൗ കൊടുത്തു. അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എൻറോൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അസൈൻമെൻറ്റുകൾ എങ്ങനെ സബ്മിറ്റ് ചെയ്യാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ എന്ത് ചെയ്യുക, അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ അസൈൻമെൻറ്റിൻ്റെ ഭാഗം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും, എന്താണ് ആ വർക്ക് എന്നുള്ളതിൻ്റെ. ഇതൊരു സാമ്പിളായി കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമുള്ള ഫയൽ സെലക്ട് ചെയ്യാൻ പറയും. നമ്മുടെ ഇമേജുകളൊക്കെ അതിൽ വന്നിട്ടുണ്ടാവും. ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു റീസെൻറ്റിൽ ആ ഭാഗം ഉണ്ടാവും. ജസ്റ്റ് എന്ത് ചെയ്യുക, അതിങ്ങോട്ടേക്ക് ആഡ് ചെയ്യുക, ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി അസൈൻമെൻറ്റ് എന്ത് ചെയ്യും, സബ്മിറ്റഡ് എന്ന് നമുക്ക് കാണാം. പിന്നെ നമുക്ക് ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റാറ്റസ് അറിയാം. അതിൻ്റെ വാല്യുവേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും, മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുക. ലേറ്റ് എക്സാം റിക്വസ്റ്റ് നമ്മൾ പറഞ്ഞു. നമ്മൾ എന്തെങ്കിലും പ്രത്യേകമായ കാരണങ്ങൾ കൊണ്ട് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു റിക്വസ്റ്റ് എന്ത് ചെയ്യും, ഇവിടെ പ്ലേസ് ചെയ്യും. നമ്മൾ ഹജ്ജിൻ്റെ സമയത്താണ്, മെഡിക്കൽ കേസുകളാണ്, അങ്ങനെ വ്യത്യസ്ത കാരണങ്ങളാണ് എന്നുണ്ടെങ്കിൽ അത്തരം സംഗതികൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും, പ്ലീസ് കൺസിഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെസ്സേജ് ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യും, ഏത് ഡേറ്റ് മുതൽ ഏത് ഡേറ്റ് വരെയാണ് നമുക്ക് ആവശ്യം. മുകൾ ഭാഗത്തൊരു സേവ് എന്ന് കാണാം, അവിടെ സേവ് ക്ലിക്ക് ചെയ്തു ശേഷം എന്ത് ചെയ്യുക, ഇവിടെ സബ്മിറ്റ് റിക്വസ്റ്റ് കൊടുക്കുക. ആ ഒരു റിക്വസ്റ്റ് പീസ് റേഡിയോയിലേക്ക് നമുക്ക് എത്തും. നമ്മുടെ ടീം അത് ചെക്ക് ചെയ്ത് അത് വാട്സപ്പിലോ ഫോണിലോ അതല്ലെങ്കിൽ മറ്റു വെരിഫിക്കേഷൻ മെത്തേഡ്സിലോ അത് വെരിഫൈ ചെയ്ത് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്താൽ ആ ഒരു പീരീഡ് നമ്മൾ ഉത്തരം വൈകി അയച്ചാലും എന്ത് ചെയ്യും, നമ്മളത് പൂർണ്ണമായ മാർക്കോടെ സ്വീകരിക്കും എന്നുള്ളതാണ് ആ ഒരു പീരീഡിൻ്റെ പ്രത്യേകത. പത്രത്തിലുള്ള പഠിതാക്കളെ പരിഗണിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്രമീകരണം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സമയം വരെയുള്ള സമയത്ത് റിസൾട്ട് അവൈറ്റിംഗ് എന്നാണ് കാണിക്കുക. നിശ്ചിത ഡേറ്റ് എത്തുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ നമുക്ക് റിസൾട്ട് വരും, നമ്മുടെ ഉത്തരങ്ങൾ കാണാൻ വേണ്ടി പറ്റും, ഒക്കെ നമുക്ക് ആ ഒരു സമയത്ത് പറ്റും. അങ്ങനെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിൽ കോഴ്സിൻ്റെ പ്രധാനപ്പെട്ട സംഗതികൾ ഇതാണ്. ഇനി പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഫീച്ചേർഡ് എന്ന് പറയുന്ന ഭാഗത്ത് അതാത് സമയങ്ങളിൽ പഠിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ക്ലാസ്സുകളാണ് അവിടെ വരിക എന്ന് നമ്മൾ പറഞ്ഞു. നോമ്പുമായി ബന്ധപ്പെട്ട കാലത്ത് നോമ്പിനെ കുറിച്ചുള്ള കോഴ്സുകൾ ഈ ഒരു ഭാഗത്ത് ലിസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഗ്രഹണ നമസ്കാരം നമ്മൾ പ്രത്യേകിച്ച് വരുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്, പിന്നെ അങ്ങനെ ഓരോരോ സംഗതികൾ, ഇപ്പോൾ ഹജ്ജ് വരുന്ന സമയത്ത് ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സ്, അങ്ങനത്തെ കോഴ്സുകളായിരിക്കും ഈ ഒരു ഭാഗത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഇനി അന്നൂറിൻ്റെ ക്ലാസ്സാണ് നമുക്ക് കേൾക്കേണ്ടതുണ്ടെങ്കിൽ അന്നൂറിൻ്റെ ടാബിന് കീഴിൽ നിന്ന് ഏത് മൊഡ്യൂളാണോ നമുക്ക് ആവശ്യം ആ മൊഡ്യൂൾ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ക്ലാസ് പ്ലേ ചെയ്യുക. ജസ്റ്റ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേ പറ്റും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്. ഇപ്പോൾ അടുക്കളയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം, ഇങ്ങനെ കണ്ടിന്യൂസ് പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സൗകര്യം ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ്സുകൾ ഓണാക്കി നമുക്കതിൻ്റെ കൂടെ സഞ്ചരിക്കാം എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ വ്യത്യസ്ത ക്ലാസ്സുകൾ നമ്മളിങ്ങനെ എടുത്തു, അത് പ്ലേ ചെയ്തു. ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ബാക്ക് അടിച്ചിട്ട് എക്സിറ്റ് ആയി പോരാണ്. ശേഷം വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ കോഴ്സിലേക്കൊക്കെ വന്ന് പ്ലേ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എത്തിയ അതേ പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് തുടരാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്ലേ ലിസ്റ്റിൻ്റെ പ്രത്യേകത. ആ സെയിം ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാം, അവസാനം കേട്ട ക്ലാസ്സിൻ്റെ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു പ്ലേ ലിസ്റ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. ലൈഫിൻ്റെ ക്ലാസ് തൊട്ടപ്പുറത്തേൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. വ്യത്യസ്ത കോഴ്സുകൾ എന്ത് ചെയ്യാൻ പറ്റും, ആ രൂപത്തിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒന്നുകൂടെ ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഖ് അക്കീദ എന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അങ്ങനെയും ടാബ് അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കോഴ്സുകൾ ആക്സസ് ചെയ്ത് കേൾക്കാൻ വേണ്ടി പറ്റും. പ്ലേ ലിസ്റ്റ് ഉപയോഗപ്പെടുത്തുന്ന ആരാണ്, കേൾവി മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലേ ലിസ്റ്റ് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കോഴ്സായിട്ട് കൃത്യമായി പരീക്ഷകൾ എഴുതി
അതിലുള്ള മറ്റ് അക്കാഡമിക് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എൻറോൾമെൻറ്റ് വിൻഡോയിൽ വന്ന് അതാത് കോഴ്സുകളിൽ എൻറോൾ ചെയ്ത് തന്നെ പങ്കെടുക്കണം എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. പിന്നെ ഇതിലുള്ളത് സപ്പോർട്ടാണ്. സപ്പോർട്ടിൽ നമ്മുടെ സ്റ്റഡി പ്ലാനറാണ് ആദ്യത്തേത്. സ്റ്റഡി പ്ലാനർ എന്ന് വെച്ചാൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഈ സ്റ്റഡി പ്ലാനറിൽ നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം അതിൽ വാട്സപ്പ്, SMS, കോള്, ഇമെയിൽ, നോട്ടിഫിക്കേഷൻ, അലാറം, ഇങ്ങനെ വ്യത്യസ്ത രൂപത്തിൽ നമുക്ക് റിമൈൻഡറുകൾ സെറ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഞാൻ 500 കേൾക്കാൻ നിശ്ചയിച്ച ദിവസങ്ങൾ, ഓരോരുത്തർക്കും വ്യക്തിപരമായ പ്ലാനിങ് ആയിരിക്കും. ആ പ്ലാനിങ് നമ്മുടെ മനസ്സിൽ വേണം. അപ്പോൾ തിങ്കളാഴ്ച രാത്രിയാണ് പീസ് റേഡിയോയിൽ ലൈവായിട്ടുള്ള ക്ലാസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് 10 മണിക്ക് ശേഷം അടുത്ത 48 മണിക്കൂർ സമയം നമുക്ക് ഉത്തരം അയക്കാനും അത് കേൾക്കാനും പീസ് റേഡിയോ നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പോൾ റിവൈൻഡിൽ നിന്നൊക്കെ അത് കേൾക്കാം. അതൊക്കെ എൻ്റെ ഓപ്ഷൻസാണ്. കോഴ്സ് ഓപ്ഷനിലും ചെയ്യാൻ പറ്റും, അത് കേൾക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. പിന്നെ അതിൽ ഞാൻ പഠിക്കുന്ന ഒരു സമയം അത് ഏതാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ചൊവ്വാഴ്ച, അപ്പോൾ തിങ്കളാഴ്ചത്തെ ക്ലാസ് ഞാൻ സ്ഥിരമായിട്ട് കേൾക്കാൻ വിചാരിക്കുന്നത് ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കാണ് നോക്കുക. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റും, ഈ അടിയിൽ പ്ലസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഏതാണ് ആ കോഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം വാട്സപ്പിലാണ് റിമൈൻഡർ വരേണ്ടത്. അതായത് വാട്സപ്പിൽ റിമൈൻഡർ വരും രാവിലെ 7 മണിക്ക്, താങ്കൾ ഇന്ന ക്ലാസ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ നമുക്ക് ഒരു ചോദ്യം പോലെ നമുക്കൊരു മെസ്സേജ് റിമൈൻഡറായിട്ട് വരും. ഇപ്പോൾ രാവിലെ വാട്സപ്പ് ശ്രദ്ധിക്കുന്ന ആളുകളാണെങ്കിൽ വാട്സപ്പിലേക്ക് കൊടുക്കാം. ഇനി അതല്ല, അലാറം അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ഫോൺ എടുക്കും. അപ്പോൾ നമുക്ക് അലാറം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഗതികൾ സെറ്റ് ചെയ്യാം. അത് ഓരോ തവണ ആയിട്ട് ചെയ്യണം എന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ രാവിലെ 7 മണിക്കാണ് ഈ ക്ലാസ് കേൾക്കുക എന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ ഈ ഡേറ്റുകൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ ചൊവ്വ, വ്യാഴം, ശനിയാണ് ഇപ്പോൾ ഇതിൽ സെലക്ട് ചെയ്തിട്ടുള്ളത്. സമയം രാവിലെ 7 മണി എന്നുള്ളത് ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. AM PM സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ 7 മണിക്ക് ഏത് നോട്ടിഫിക്കേഷനാണ് വേണ്ടതെന്ന് നോക്കുക. ഇപ്പോൾ അലാറാണ് വേണ്ടത്. സെറ്റ് സ്റ്റഡി പ്ലാനർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റഡി പ്ലാനർ സേവ് ചെയ്തിട്ടുണ്ട്. ഇതിൽ പൂർണ്ണമായ ഫംഗ്ഷനാലിറ്റി ഇപ്പോൾ ആയിട്ടില്ല, പക്ഷേ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ പൂർണ്ണമായ ഫംഗ്ഷനാലിറ്റിയിലേക്ക് ഇതെത്തും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ആഡ് ചെയ്ത അലാറങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാം. ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഏതിനാണോ വേണ്ടത് അതിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഏതും രൂപത്തിൽ നോട്ടിഫിക്കേഷൻ വരണമെന്ന് പറയാം. ഡേറ്റുകൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെറ്റ് സ്റ്റഡി പ്ലാനർ കൊടുക്കുക, ബാക്ക് അടിക്കുക. ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. ആ സാധനങ്ങൾ ഇവിടെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. അതായത് അലാറാണെങ്കിൽ അലാറത്തിന് കീഴിലായിട്ട് ചെയ്തിട്ടുണ്ട്, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പ്ലസ്സിൽ ഒന്നുകൂടെ സെയിം കോഴ്സിന് തന്നെ എനിക്ക് ചെയ്യണം, SMS വരണം എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ ദിവസങ്ങളാണ് വേണ്ടതെന്ന് സെലക്ട് ചെയ്യുക. ഏത് സമയത്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം സെറ്റ് സ്റ്റഡി പ്ലാനർ എന്ന് കൊടുക്കുക. അപ്പോൾ അത് SMS എന്ന് പറയുന്നതിൻ്റെ അടിയിലായിട്ട് ചെയ്തിട്ടുണ്ടാവും, അത് വന്നിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു ഫീച്ചർ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഓട്ടോ ഡിസേബിൾ ചെയ്ത് അത് ഡിലീറ്റ് ചെയ്യും. കാരണം അത് ചിലതിലൊക്കെ നമുക്ക് പേയ്മെൻറ്റും സംഗതികളൊക്കെ നൽകേണ്ട സംഗതികളാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ട് ചെയ്യരുത്. ഇതിലുള്ള ഓരോ സംഗതികൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കരുത്. നമ്മൾ ഉപയോഗപ്പെടുത്തും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് ഉപയോഗിക്കാം. അത് പേയ്മെൻ്റ് ഒന്നും വിഷയമല്ല. നിങ്ങൾ ഉപയോഗപ്പെടുത്തും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. അനാവശ്യമായിട്ട് സെറ്റ് ചെയ്ത് വെക്കരുത്. ഒരു പരിധിക്കപ്പം അത് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറഞ്ഞ് ഓട്ടോ ഡിസേബിൾ ചെയ്യുന്ന രൂപമാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നീട് ആ ഫീച്ചർ കിട്ടാത്തൊരു പ്രശ്നം വരും. പിന്നെ അടുത്തൊരു ഓപ്ഷൻ FAQ ട്യൂട്ടോറിയൽസ് ആണ്. അതായത് കോഴ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഭാഗമാണ് FAQ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ എൻറോൾമെൻറ്റ് ആയി ബന്ധപ്പെട്ട സംശയമാണെങ്കിൽ ജസ്റ്റ് എൻറോൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ എൻറോൾ എന്ന വാക്കടങ്ങിയ എല്ലാ ചോദ്യങ്ങളും അവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യും. ഇനി അതല്ല, കോഴ്സ് ഡ്രോപ്പിനെ കുറിച്ചാണ് ജസ്റ്റ് ഡ്രോപ്പ് എന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ അതിലുള്ള വ്യത്യസ്ത ഫീച്ചറുകൾ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം അതൊന്ന് ജസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരിക്കൽ ഇതിലുള്ള എല്ലാ ചോദ്യങ്ങളും ഒരു വട്ടമെങ്കിലും ഒന്ന് വായിച്ച് നോക്കുന്നത് നല്ലതാണ്. നമുക്ക് പുതിയ കോഴ്സ് ഓപ്ഷൻ്റെ എല്ലാ വർഷങ്ങളും നമുക്ക് മനസ്സിലാവും. ട്യൂട്ടോറിയലിൽ ചെറിയ സാമ്പിൾ വീഡിയോസാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ വരിക നമ്മുടെ ഇത്തരം ഓരോ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്നുള്ള രൂപത്തിലുള്ള വീഡിയോസാണ് ഈ ഒരു ഇതിലേക്ക് വരിക. ഇപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല. ഇതിൽ ചെയ്യണം, നമുക്ക് നെക്സ്റ്റ് അടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും, വീഡിയോസ് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് സാമ്പിൾ വീഡിയോസാണ്. വ്യത്യസ്ത കാര്യങ്ങൾ അതിൻ്റെ വീഡിയോ സഹിതം ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. പിന്നെ ആളുകൾ പറയുന്ന കഥകൾ എന്ന് വെച്ചാൽ ഫീഡ്ബാക്കുകൾ, നമ്മുടെ കോഴ്സിനെ കുറിച്ച്, അതിലുള്ള ക്ലാസ്സുകളെ കുറിച്ച്, അതിനുള്ള ഫാക്കൽറ്റികളെ കുറിച്ച്, അതിനുള്ള പഠിച്ച കാര്യങ്ങളിലുള്ള സംഗതികളെക്കുറിച്ച്, നമുക്കുണ്ടായ സ്വാധീനത്തെക്കുറിച്ച്, വ്യത്യസ്ത സംഗതികളുടെ ഫീഡ്ബാക്കുകൾ ആളുകൾ പറയും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് നമ്മുടെ സ്റ്റോറി നമുക്കും ഷെയർ ചെയ്യാം. അതിൽ എല്ലാവരും കാണേണ്ട ഫീഡ്ബാക്കുകളാണെങ്കിൽ പീസ് റേഡിയോ ടീം അത് പബ്ലിക്കാക്കിയിട്ട് മാറ്റും. ആ സമയത്ത് അത് മൊത്തം പഠിതാക്കൾക്ക് കാണും. സാധാരണ നമ്മൾ ഷെയർ ചെയ്യുന്ന സ്റ്റോറി നമുക്കും കാണാം, പീസ് റേഡിയോ ടീമിനും കാണാം. എന്നാൽ ചിലത് പബ്ലിക്കാക്കിയത് എല്ലാ ആളുകൾക്കും കാണാം എന്നുള്ള രൂപത്തിലാണ് ഇതിന് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ ഫാക്കൽറ്റികളെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണം ചെയ്തിട്ടുണ്ട്, നമ്മളിവിടെ ചേർത്തിട്ടുണ്ട്. അവരെ പഠനം, അതുപോലെ തന്നെ അവർ എഴുതിയ ഗ്രന്ഥങ്ങൾ,
അവരെടുത്ത പിസകളെടുത്ത കോഴ്സുകൾ അത്തരം ചില സംഗതികൾ ഈ ഒരു ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. അതെടുത്ത് നമുക്ക് നോക്കാവുന്നതാണ്. പീസ് റേഡിയോക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്ന ആളുകൾക്ക് ഡൊണേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരുക്കിയിട്ടുണ്ട്. പേര്, മൊബൈൽ നമ്പർ, എമൗണ്ട് എന്നിവ എഴുതിയതിന് ശേഷം ഡൊണേറ്റ് എന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ UPI പേയ്മെൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് പൂർത്തീകരിക്കാവുന്ന രൂപത്തിലാണ് അത് ഒരുക്കിയിട്ടുള്ളത് എന്ന് നോക്കുക. പിന്നെ പെട്ടെന്ന് അർജൻറ്റായിട്ട് എന്തെങ്കിലും സംഗതികൾ പരിഹരിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതാത് കോഴ്സുകളുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് പോകേണ്ടത്. അതായത് 500ആയിട്ട് ബന്ധപ്പെട്ടത് 500ൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു മെസ്സേജ് അയക്കേണ്ടത്. ലൈഫ് സംബന്ധിച്ച ലൈഫുമായിട്ട് ബന്ധപ്പെട്ടത് നിലവിൽ അത് എല്ലാ നമ്പറിലും നമ്മുടെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കോഴ്സുകൾക്ക് മൊത്തത്തിലാണ് നിലവിലുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാത്തിലും ഒരേ നമ്പറായിരിക്കും നമുക്ക് കാണാം. അപ്പോൾ അതിൽ 500 ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സിലെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് നേരിട്ട് പോകുന്ന രൂപമാണ് എന്ത് ചെയ്യുക നമുക്ക് ഉണ്ടാവുക. നമുക്ക് അതിലേക്ക് വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് നമ്മുടെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അതിൽ പറയാം, പരിഹരിക്കും ഇൻഷാ അല്ലാ. പിന്നെ പ്രശ്നങ്ങൾ നമ്മൾ ഫീഡ്ബാക്കിൽ അറിയിക്കുമ്പോൾ വാട്സപ്പിൽ അറിയിക്കുന്നതിനേക്കാൾ നമുക്ക് പിന്നീട് അത് ഫോളോ അപ്പ് ചെയ്യാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടുക നമ്മളെന്താണ് നമ്മുടെ ഫീഡ്ബാക്ക് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോഴാണ്. ഏത് കോഴ്സിലാണോ നിങ്ങൾ ഇഷ്യൂ കണ്ടത് ആ ഇഷ്യൂ എന്നൊക്കെ എന്ത് ചെയ്യാം അതിലെ ഫീഡ്ബാക്കിൽ റേസ് ചെയ്യാം. ഒന്ന് പീസ് റേഡിയോ ടീം അത് ഇൻഷാ അല്ലാ അറ്റൻഡ് ചെയ്യും. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിൽ കണക്ട് ചെയ്യാനുള്ള ബട്ടൺസാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മീഡിയത്തിലേക്ക്, യൂട്യൂബിലേക്ക്, ഫേസ്ബുക്കിലേക്ക്, ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ മീഡിയങ്ങളിലേക്ക് എന്ത് ചെയ്യും അത് പോകും. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഈ പ്രൊഫൈൽ എന്നത്. ഇതിൽ എഡിറ്റ് പ്രൊഫൈൽ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചേഞ്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം അല്ലേ, ഫോൺ നമ്പറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഫോൺ നമ്പർ മാറ്റാൻ ഈ ഒരു ബട്ടണാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ കുറച്ച് കാലം ഗൾഫിലായിരുന്നു, ഇനി നാട്ടിലാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള ആൾ ഇനി ഗൾഫിലാണെങ്കിൽ ഗൾഫിലെ നമ്പറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൺട്രി കോഡ് എടുത്ത് അടിച്ച് പുതിയ ഫോൺ നമ്പർ അടിച്ച് കഴിഞ്ഞാൽ മൊത്തം സംഗതികൾ എന്ത് ചെയ്യാം അതിലേക്ക് ഷിഫ്റ്റ് ആവും. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താം, അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്നും എന്ത് ചെയ്യാം അത് ഉപയോഗപ്പെടുത്താൻ പറ്റും എന്നുള്ളതാണ്. മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് എന്ത് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് ഇതിൽ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മളെ റാങ്ക്, ഓവറോൾ റാങ്ക് എത്രയാണെന്നുള്ളത് നമുക്കിതിൽ കാണും. നിലവിൽ പീസ് റേഡിയോ പുതിയ ഓപ്ഷനിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് നിങ്ങൾക്കുള്ള റാങ്കാണ് ഇപ്പം നിങ്ങൾക്കതിൽ കാണാൻ പറ്റുക. മൊത്തം നമ്മുടെ പരിതാക്കതല്ല, അവരൊക്കെ ഇതിലേക്ക് വരണം. അവർ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അവരൊക്കെ ഇതിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. അപ്പോൾ ആ ഒരു സമയം വരെ നമ്മൾ കൊന്നൊരു സമയം, ഒരു 1-2 മാസം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അവരൊക്കെ ഇതിൻ്റെ ഭാഗം ആകുന്നത് വരെ നമ്മൾ കൊന്നൊരു ഇതുണ്ടാവും. എന്നാലും നമുക്ക് കൂട്ടത്തിൽ നമ്മുടെ റാങ്ക് എത്രയെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അച്ചീവ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ നേട്ടങ്ങൾ, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ, അവാർഡുകൾ ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സൈഡ് കൃത്യമായിട്ട് പഠിച്ച് പരീക്ഷകൾ എഴുതി ഫോണിൻ വൈവയിലൊക്കെ വളരെ ഭംഗിയായിട്ട് ഉത്തരങ്ങൾ പറഞ്ഞ് ഉയർന്ന മാർക്ക് വാങ്ങി റാങ്ക് നേടിയ ആളുകൾക്ക് റാങ്കുകളുടെ അവാർഡ് എന്ത് ചെയ്യും ഈ ഒരു അവാർഡ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ലഭിക്കും. ഇതുവരെയുള്ള പൂർണ്ണമായ മൊഡ്യൂളുകൾ പൂർത്തിയാക്കിയ വ്യത്യസ്ത ജില്ലകളിലുള്ള നമ്മുടെ അന്നൂർ പഠിതാക്കൾക്ക് കഴിഞ്ഞ ലിസണേഴ്സ് കോൺഫറൻസ് മുതൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അന്നൂർ എക്സലൻസ് അവാർഡ് എന്ന് പറയുന്ന പേരിൽ ഒരു അവാർഡ് നൽകിയിട്ടുണ്ട്. അത്തരം അവാർഡുകൾ, വ്യത്യസ്ത കോഴ്സുകൾക്കുള്ള വ്യത്യസ്ത അവാർഡുകൾ അതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്താണ് കാണിക്കുക. നമുക്കൊരു അവാർഡ് ലഭിച്ചിട്ടില്ലെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയിരിക്കും. എന്തെങ്കിലും അവാർഡുകൾ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് ഇൻഷാ അല്ലാ ഈ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനൊക്കെ നമുക്ക് പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കോഴ്സ് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തണം എന്ന് സൂചിപ്പിക്കാനും സർട്ടിഫിക്കറ്റുകൾ നമ്മൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി പറ്റും. മൊത്തത്തിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ സി ഓൾ ക്ലിക്ക് ചെയ്യുക. ഈ സി ഓൾ എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സർട്ടിഫിക്കറ്റ് കാണാം. സർട്ടിഫിക്കറ്റിൻ്റെ സൈഡിൽ ടാഗ് ഉണ്ട് അല്ലേ, അതൊരു സിൽവർ ടാഗാണ് ഇപ്പോൾ കാണുന്നത്. അതായത് ലൈവ് പീരീഡിൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഈ കോഴ്സ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് കാണിക്കുക. ലൈവ് പീരീഡ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗോൾഡൻ ടാഗാണ് വരിക. അപ്പോൾ ആ ഗോൾഡൻ ടാഗ് ജസ്റ്റ് സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്താൽ എന്ത് ചെയ്യും, ആ ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ആവും. നമുക്ക് ഷെയർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്യാം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രൂപത്തിലാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത്. ലൈഫിൻ്റെ ടാബ് എടുത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലൈഫിൻ്റെ ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കും എന്നുള്ളത് നോട്ട് ചെയ്യുക. ഇനി ഈ അവാർഡുകളൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. നമുക്ക് എന്താണ് അത് കിട്ടിയത്, അതിൻ്റെ ആ സമയത്തുള്ള എന്തെങ്കിലും ന്യൂസ് പേപ്പേഴ്സ് കട്ടിങ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫോട്ടോസൊക്കെ അതുമായിട്ട് അനുബന്ധമായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇൻഷാ അല്ലാ കിട്ടും എന്നുള്ളതാണ്. ലഭ്യമാക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അതിലില്ല, നമ്മൾ ഇൻഷാ അല്ലാ അതിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ പഠന നിലവാരം അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാറ്റസ്, നമ്മൾ മുന്നോട്ടാണോ താഴോട്ടാണോ, നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ടോ കേൾക്കാതിരിക്കുകയാണോ, നേരത്തെ കേട്ടതിനേക്കാൾ സ്ലോ ആണോ ഇപ്പോൾ കേൾക്കുന്നത്, അങ്ങനെ വ്യത്യസ്ത കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് അവിടെ കാണാം. പിന്നെ എത്ര മിനിറ്റ് ക്ലാസ് നമ്മൾ കേട്ടു, 113 മിനിറ്റാണ് ഇപ്പോൾ ഇതിൽ കേട്ടത്. പിന്നെ അതുപോലെ ക്ലാസ് ടെസ്റ്റുകൾ 256 ക്ലാസ് ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, 8 കോഴ്സാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, വേർതിരിച്ച് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. ഇനി ഈ നമ്മുടെ പേരിൻ്റെ ഏറ്റവും മുകളിലായിക്കൊണ്ടൊരു ഭാഗം കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ പോയിന്റുകൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്ലാസ് ടെസ്റ്റുകൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അതിന് 30 പോയിന്റ് കിട്ടും. എന്നാൽ ക്ലാസ് കേൾക്കുമ്പം ഓരോ മിനിറ്റ് കേൾക്കുമ്പോൾ 1 പോയിന്റാണ് കിട്ടുക. ഇപ്പോൾ 20 മിനിറ്റിൻ്റെ ഒരു ക്ലാസ് കേട്ടാൽ 20 പോയിന്റാണ് കിട്ടുക. എന്നാൽ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ 30 പോയിന്റ് കിട്ടും.
ഈ മദ്രസ പോലത്തെ കോഴ്സുകളിൽ നമ്മൾ പാരൻ്റ് റിവ്യൂ ഉണ്ട്. അത്തരം റിവ്യൂകൾക്ക് 20 പോയിൻ്റാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. മോഡൽ എക്സാം, ഫൈനൽ എക്സാം ഒക്കെ എഴുതുമ്പം അതിനൊക്കെ 20 പോയിൻ്റാണ് നമ്മൾ 20 അല്ല 30 പോയിൻ്റാണ് മോഡൽ എക്സാമിനും ഫൈനൽ എക്സാമിനും നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കമ്പ്യൂട്ടർ എന്ത് ചെയ്തോളും, നമ്മൾ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അത് ഓട്ടോ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്കിവിടെ കാണിക്കും. പിന്നെ അസൈൻമെൻറ്റുകളൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50 പോയിൻ്റാണ്. അസൈൻമെൻറ്റ് നമുക്ക് പൊതുവേ അസൈൻമെൻറ്റും ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുക കുട്ടികളെ ഈ മദ്രസയിലാണ്. മറ്റ് കോഴ്സുകളിൽ നിലവിലില്ല. ഇനി അത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ വരുന്ന സമയത്ത് അതിൻ്റെ നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യും, അതാത് കോഴ്സുകളുടെ സമയത്ത് നമുക്ക് അതിൽ കിട്ടും എന്നുള്ളതാണ്. ഇനി ടുഡേ സ്റ്റോപ്പർ എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ സമയം പീസ് റേഡിയോ ആപ്പ് ഉപയോഗിച്ച് പഠനം നടത്തിയ ആളുകളാണ്. അവർ ഒരുപാട് സമയം ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ അതായത് ഒരുപാട് കോഴ്സുകൾ ചെയ്യാമല്ലോ ഒരേ സമയം. വ്യത്യസ്ത ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടാവും, പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവും, പിന്നെ അതിലുള്ള മറ്റു പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ അവർ കിട്ടിയ മാർക്കായിരിക്കും എന്ത് ചെയ്യുക ഈ ഒരു ഭാഗത്ത് നമുക്ക് ടോട്ടലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ടോപ്പ് കാണുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ ഒരു ദിവസം ഓരോ ദിവസങ്ങളിലും നമ്മളും ടോപ്പ് ആവണം എന്നൊരു ചിന്ത നമുക്ക് വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഒരു ദിവസം നമുക്ക് ഗോൾഡ് കിട്ടും ഇൻഷാല്ലാഹ്. പിന്നെ മൊത്തത്തിലുള്ള ടോപ്പേഴ്സിനെ നമുക്ക് തൊട്ടടുത്ത ടാബിൽ കാണാൻ വേണ്ടി പറ്റും. അതായത് മൊത്തം ക്ലാസ്, ഇതുവരെയുള്ള ക്ലാസ്സുകൾ മൊത്തം കേട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൽ ആരാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത്, അങ്ങനെയുള്ള ഒരു സാധനം കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തുടക്കത്തിലുള്ള ആളൊക്കെ ഒരുപാട് മുമ്പിലാണ്. അപ്പോൾ എല്ലാവരും ഇനി കേട്ട് ഇതുവരെ തുടക്കം മുതൽ സഞ്ചരിക്കാൻ പറ്റിയ ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുള്ളൂ, അത് പ്രോപ്പറായിട്ട് പലതും ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ. പിന്നെ അതും ഈ പുതിയ ആപ്പ് എന്ന് ചെയ്ത രൂപത്തിലുള്ള സംഗതികൾക്കാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് വന്നിട്ടുള്ളൂ. അപ്പോൾ അത് ഇൻഷാല്ലാഹ് എന്ത് ചെയ്യും, എല്ലാവരും ചെയ്തു വരുമ്പോൾ അത് നല്ലൊരു കോമ്പറ്റീഷനിലേക്ക് ഇതും എത്തും, പോയിന്റും റാങ്കിങ്ങും. ഇതൊക്കെ നമ്മളൊരു നല്ല രൂപത്തിൽ പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ ക്രമീകരിച്ച സംഗതികളാണ് എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ അത് ഫാമിലി എന്നുള്ളതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പുതിയ മെമ്പേഴ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികളെ ഈ മദ്രസയിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, എൻറോൾ ചെയ്യിപ്പിക്കണം. അവരത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതിൻ്റെ ഭാഗമാക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഫോണിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ പുതിയ ഒരു മെമ്പറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഞാൻ അമൻ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു കുട്ടിയുടെ പേരുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം. പൂർണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് സേവ് ആവും. അപ്പോൾ ആ കുട്ടി എന്ത് ഡെത്തായ ഉണ്ടായിട്ടുണ്ട്, അമൻ എന്നുള്ള പേരുള്ള കുട്ടി. ഇനി ഇതിൽ ജസ്റ്റ് ഈ ഒരു ഭാഗത്തൊരു പേരിൻ്റെ റൈറ്റിൽ ഒരു സിമ്പിൾ കാണാം. ആ സിമ്പിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് സ്വിച്ച് ആയി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ട, അത് ഫസ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഈ അമൻ എന്നുള്ള പേരിൽ ഞാൻ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ സെയിം സാധനത്തിലേക്ക് തന്നെ വന്നത്. അതിൽ നേരത്തെ എൻറോൾ ചെയ്ത കോഴ്സ് അവിടെ കാണിക്കുന്നുണ്ട്. പുതുതായിട്ടുള്ള കോഴ്സുകൾ അവിടെ ഉണ്ട്. അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം എൻറോൾ ചെയ്യാം, സ്റ്റാർട്ട് ലേണിംഗ് കൊടുക്കാം. ഇതിൻ്റെ കലണ്ടറും അല്ലേ കോഴ്സ് പ്ലാനുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അല്ലേ, എന്നാണ് ഇതിൻ്റെ ഓരോ പ്രവർത്തനം നടക്കുക. അതിൻ്റെ PDF നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. സ്റ്റാർട്ട് ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൻ്റെ PDF ഡൗൺലോഡ് ആവും. അത് ഓപ്പൺ ആയിട്ട് നമുക്ക് ഓരോ കോഴ്സിൻ്റെയും പ്ലാനർ, എന്തൊക്കെയാണ് ആ കോഴ്സിൻ്റെ പ്രത്യേകത, എന്നാണ് അത് തുടങ്ങുക, ഓരോ ക്ലാസ്സുകൾ എന്നാണ് ഉണ്ടാവുക, അതിലുള്ള ഫാക്കൽറ്റി എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്താണ്, അങ്ങനത്തെ വ്യത്യസ്ത കാര്യങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു സംഗതിയിലൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു രൂപക്കല്ലുണ്ട്. അന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നുള്ളൂ. ഞാൻ മെമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വിച്ച് ചെയ്യാൻ പറ്റും. ഇതിലേക്ക് വരാം. തിരിച്ച് ഇതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് തന്നെ വരും. ഉത്തരം അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മുടെ ലോഗിനാണ് ഉത്തരം അയക്കണമെന്ന് എന്ത് ചെയ്യണം, ഓരോ പഠിതാക്കളും ഉറപ്പ് വരുത്തണം. പിന്നെ ഗ്രേഡ്സ് എന്ന് പറയുന്ന ഫാമിലിയിൽ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ മുതിർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും അവർക്ക് സ്വതന്ത്രമായിട്ടുള്ളൊരു ഫോൺ, അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുവരെ അവർ ചെയ്ത സംഗതിനെ നമുക്ക് ആ പുതിയ നമ്പറിലേക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അതിലൊരു ഓപ്ഷനാണ് ഈ ഡിറ്റാച്ച് എന്ന് പറയുന്നത്. ഡിറ്റാച്ച് എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് നൽകിയ പുതിയ ഫോൺ നമ്പർ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് ടൈപ്പ് ചെയ്യാം. ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് OTP എന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുതിയ ഫോണിൽ എന്ത് ചെയ്യും, ഒരു OTP വരും. ആ OTP ഇവിടെ നൽകി കഴിഞ്ഞാൽ ഈ സാധനം എന്ത് ചെയ്യും, ഈ ഫാമിലി മെമ്പർ ഇവിടുന്ന് ഡിറ്റാച്ച് ആയിട്ട് എന്ത് ചെയ്യും, പോകും. എന്നിട്ട് മറ്റേ ഫോണിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ചെയ്ത കോഴ്സുകളും അവർക്ക് അതിലേക്ക് വന്നതായിട്ട് കാണും. അവർക്ക് അതിൽ പുതിയ ബാക്കി കോഴ്സുകൾ അതിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാവുന്ന രൂപം സ്വീകരിക്കാനും പറ്റും. ഇതാണ് ഫാമിലി മെമ്പേഴ്സ്. ഇനി അതിനിടയിലായിട്ട് ഗ്രേഡ്സ് എന്ന് പറയുന്ന മറ്റൊരു ഭാഗമുണ്ട്. ഗ്രേഡ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്നുള്ളത് പഠിതാക്കൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ലോഗൗട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഇതിന് പുറത്ത് പോകാൻ ഒരു ലോഗൗട്ട് ബട്ടൺ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ലോഗൗട്ട് ചെയ്തിട്ട് മറ്റൊരാളെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ആരെങ്കിലും ഫോണൊക്കെ വീട്ടിൽ നിന്ന് കേട്ട് വന്നാൽ മറ്റൊരാളെ ഫോണിൽ താൽക്കാലികമായിട്ട് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ഉത്തരങ്ങൾക്ക് അയക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ളൊരു സംവിധാനമാണ് ഈ ഒരു ബട്ടൺ. തൊട്ടടുത്തുള്ള ഒരു ഇപ്പം ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ ഫോൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ലോഗൗട്ട് ചെയ്ത് പുതിയ നമ്പർ അടിച്ചിട്ട് അയാളെ പഴയ നമ്പർ അടിച്ചിട്ട് ഇതിൽ കയറിയിട്ട് എന്ത് ചെയ്യാം, ഉത്തരങ്ങൾക്ക് അയച്ചതിന് ശേഷം വീണ്ടും ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ എന്തില്ല, പ്രയാസങ്ങളില്ല. ഒരു ഫോണിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നിലവിലെ ഫോൺ നമ്മുടെ പീസ് റേഡിയോ ആപ്പിൽ ഈ ഒരു ഫീച്ചർ ഇല്ല. ലോഗൗട്ട് ചെയ്തിട്ട് മറ്റൊരാൾക്ക് ലോഗിൻ ചെയ്യാനുള്ള ഫീച്ചർ ഇല്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് മൊത്തത്തിൽ നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് ഇതിലിപ്പം ലൈവിലെ കോഴ്സിൻ്റെ റിസൾട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ റാങ്കും സംഗതികളൊക്കെ വരും. അപ്പോൾ അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും, അതിൽ റാങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊക്കെ വരും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ കോഴ്സ് ഓപ്ഷനെ കുറിച്ച് പറയാനുള്ളത്. ഏകദേശ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചില ഫീച്ചറുകൾ നമ്മൾ പറഞ്ഞു, എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, അത്
ലൈവായിട്ട് ഇപ്പോൾ ഫീസ് നടക്കുന്ന കോഴ്സുകളിൽ മാത്രമേ ചില ഫീച്ചറുകൾ ഉണ്ടാവുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് നേരത്തെ സ്വിച്ച് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ ചില കോഴ്സുകൾ എന്താണ്, ഇപ്പോൾ ഈ കോഴ്സ് മൊഡ്യൂൾ 14 എന്നുള്ളതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അനൗൺസ്മെൻറ്റ്സ് കാണാൻ പറ്റുന്നുണ്ട്, കോഴ്സ് പ്ലാനർ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഹെൽപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലേറ്റ് എക്സാം റിക്വസ്റ്റ് കാണാം. അതുപോലെ അങ്ങനത്തെ ചില ഫീച്ചറുകളൊക്കെ എന്തുണ്ട്, ചിലതിൽ വ്യത്യാസമുണ്ട്. ചുവപ്പ് കളർ എന്തുകൊണ്ടാണ്, അതിൻ്റെ ക്ലാസ് ടെസ്റ്റ് എഴുതാനുള്ള സമയം എന്ത് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഈ പഠിതാവ് ഉത്തരം അയച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സിന് ഒന്നാമത്തെ ക്ലാസ്സിന് ഇപ്പോൾ എനിക്ക് ഉത്തരം അയക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മൊഡ്യൂൾ 14 ഈ കുറച്ചുകൂടെ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, നീട്ടിയിട്ടുണ്ട്. ആ പുതിയ ഡേറ്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉത്തരം എഴുതി നോക്കാം. പക്ഷേ എന്താണ്, ലേറ്റ് ആയിട്ടായിരിക്കും അത് സ്വീകരിക്കുക. താങ്കളുടെ ഉത്തരങ്ങൾ സ്വീകരിച്ചിരിക്കും എന്നൊക്കെ പറയും, പക്ഷേ ലേറ്റാണ്. ലേറ്റ് അല്ല, യഥാർത്ഥത്തിൽ ലേറ്റ് ആവുമായിരുന്നു. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതോടുകൂടി ആ ഡേറ്റ് വരെ നമുക്ക് ലേറ്റ് അല്ല, നമ്മൾ കൃത്യമായിട്ട് ഉത്തരം അയക്കുന്ന രൂപത്തിൽ തന്നെ വന്നു എന്നതാണ്. അപ്പോൾ ഈ ഉത്തരങ്ങളൊക്കെ അപ്പം ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ഡേറ്റ് വരെ ചെയ്യാം എന്നുള്ളത് കൂടി ഈ ഒരു സമയത്ത് ഓർമ്മപ്പെടുത്താണ്. എന്തായാലും അൽഹംദുലില്ലാഹ് നമ്മുടെ കോഴ്സ് ഓപ്ഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രൂപത്തിലേക്ക് ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നിലവിലുള്ള ലൈവ് കോഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം മറ്റു പന്നുകൾ ഇപ്പോഴുള്ള മൊഡ്യൂൾ ചെയ്യുക. അതേ രൂപത്തിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത ആളുകൾക്ക് പഴയത് കോഴ്സായിട്ട് തന്നെ ചെയ്തിട്ട് മേക്കപ്പ് ചെയ്ത് വരാവുന്നതാണ്. സൂറത്തുൽ ബഖറ 174 വരെയുള്ള ആയത്തുകളാണ് 14 മൊഡ്യൂളുകളിലായിട്ട് നിലവിൽ 500 എത്തിയത്. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇനിയുള്ള അടുത്ത മൊഡ്യൂൾ. അപ്പോൾ അതിന് മുൻപായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അല്ലാഹു കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ അത് പഠിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ്. ഇതോടുകൂടെ ഈ ഒരു കോഴ്സിനെ പരിചയപ്പെടുത്തുന്ന ഈ ഒരു ദൈർഘ്യമേറിയ ഈ ഒരു സംസാരം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.